ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. തന്റെ ജനനത്തിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവാചകന്മാരിലൂടെ പ്രവചിക്കപ്പെട്ടതുപോലെ തന്നെ കന്യകയിൽ നിന്ന് ജനിച്ച് പാപമില്ലാത്തവനായി ജീവിച്ച് മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനു വേണ്ടി കുരിശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്ന സത്യദൈവവും നിത്യജീവനുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ സ്നേഹ വന്ദനങ്ങൾ. മനുഷ്യവർഗത്തിന്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് ചോദിച്ചാൽ വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ കാണുന്നവർ നൽകുന്ന മറുപടി യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണത് എന്നായിരിക്കും. ഒരു നിരീശ്വരവാദിയാണെങ്കിൽ പോലും സ്വന്തം മനസാക്ഷിയോട് സത്യസന്ധത പുലർത്തുന്ന വ്യക്തിയാണെങ്കിൽ അയാളും പറയുന്ന മറുപടി അതായിരിക്കും. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം കാലഘട്ടത്തെ തന്നെ രണ്ടായി തിരിച്ചു. ക്രിസ്ത്യാനികൾ എന്നൊരു വിഭാഗം ഉണ്ടായി വന്നതിന്റെ കാരണം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ്. ലോകം ഇന്ന് കാണുന്ന ഈ പുരോഗതിയിലേക്ക് എത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് ക്രിസ്ത്യാനികളാണ്. ഞാനൊരു കൾച്ചറൽ ക്രിസ്ത്യാനിയാണ് എന്ന് റിച്ചാർഡ് ഡോക്കിൻസ് പോലും പറഞ്ഞല്ലോ. വളരെ വിവാദമൊക്കെ ഉണ്ടാക്കി. ഇവിടെയുള്ള നിരീശ്വരവാദികളൊക്കെ അങ്കലാപ്പിലായി പോവുകയും ചെയ്തതാണത് റിച്ചാർഡ് ഡോക്കിൻസിന്റെ പ്രസ്താവന. ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണ് ലോകത്തിന്റെ മുഖച്ഛായ മാറ്റിയത് എന്ന കാര്യം അറിയാവുന്നത് കൊണ്ടാണ് ഇന്നത്തെ നിരീശ്വരവാദികളുടെ തലതൊട്ടപ്പനായിരുന്നിട്ടുകൂടി റിച്ചാർഡ് ഡോക്കിൻസ് അങ്ങനെ പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നടന്നില്ലായിരുന്നെങ്കിൽ ക്രിസ്ത്യാനിറ്റി ലോകത്തുണ്ടാകുമായിരുന്നില്ല. ഇനി ഒരു ആസ്തിക്യവാദിയുടെ കണ്ണിലൂടെ നോക്കിയാലോ? ആസ്തിക്യവാദികളെല്ലാം ദൈവമുണ്ടെന്നും മരണശേഷം ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്ന് വിചാരണ നേരിടേണ്ടി വരികയും ദൈവത്തിൽ നിന്ന് ന്യായമായൊരു വിധി അഥവാ ഒരു ന്യായവിധി ഉണ്ടാകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരാണ്. ദൈവത്തിന്റെ മുമ്പാകെ താൻ പാപിയാണെന്നും അക്കാരണത്താൽ ദൈവിക ന്യായവിധി തന്നെ ശിക്ഷിക്കുവാനുള്ളതാണെന്നും അവന് ഉള്ളിൽ നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് അവൻ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും തീർത്ഥാടനങ്ങൾ നടത്തുന്നതും നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും എല്ലാം തന്നെ. ഇതൊക്കെ ചെയ്താൽ പോലും അവന്റെ ഹൃദയത്തിൽ അവന് യാതൊരു ഉറപ്പുമില്ല ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് താൻ രക്ഷപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ. അവന്റെ മനസാക്ഷിയിൽ നിന്ന് പാപബോധം നീങ്ങിപ്പോവുകയോ ശിക്ഷാവിധിയെക്കുറിച്ചുള്ള ഭയം മാറിപ്പോവുകയോ ചെയ്യുന്നില്ല. ഒരുതരം ഭയം, മരണാനന്തര ജീവിതത്തിന് ആ ന്യായവിധിയെക്കുറിച്ചൊക്കെയുള്ള ഭയം ആസ്തിക്യവാദികളുടെ ഉള്ളിലുണ്ട്. ഇതിനെല്ലാമുള്ള പരിഹാരമാണ് കാൽവരി ക്രൂശിലെ യേശുക്രിസ്തുവിന്റെ പരമയാഗം. മനുഷ്യൻ എത്ര പരിശ്രമിച്ചാലും രക്ഷപ്പെടാൻ കഴിയാത്ത പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ചെയ്ത കാര്യമാണ് ഗോൽഗോഥായിലെ ക്രൂശ് മരണം. ദൈവിക ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടാൻ മനുഷ്യന്റെ മുമ്പാകെയുള്ള ഏക മാർഗമാണത്. മനുഷ്യൻ ചെയ്യുന്ന ഏതു വലിയ കാര്യവും ഇഹലോകത്തിലെ ജീവിതത്തിന് മാത്രം ഉതകുന്നതാണ്. പരലോകത്തിലേക്ക് പോകാൻ മനുഷ്യർക്ക് മുൻപാകെ യേശുക്രിസ്തു തുറന്നുകൊടുത്ത മാർഗമാണ് കാൽവരിയിലെ ക്രൂശ്. അതിന് തുല്യമായൊരു സംഭവം ലോകചരിത്രത്തിൽ വേറെയില്ല. മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുക എന്ന ലക്ഷ്യവുമായി നടക്കുന്ന പിശാചിനെ സംബന്ധിച്ച് അവന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഏക തടസ്സവും കാൽവരിയിലെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ്. അതുകൊണ്ട് ആ ക്രൂശീകരണത്തിനെതിരെ അവൻ ആരംഭം മുതലേ നിലകൊണ്ടിട്ടുണ്ട്. ഗ്രീക്ക് തത്വജ്ഞാനികളിലൂടെയും റോമൻ ഭരണാധികാരികളിലൂടെയും ഒക്കെ ക്രൂശിന്റെ ശക്തിയെ ഇല്ലാതാക്കാൻ പിശാച് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ തവണയും അവൻ പരാജയപ്പെടുകയായിരുന്നു. ഏതാണ്ട് അരസഹസ്രാബ്ദം കഴിഞ്ഞപ്പോൾ, ക്രൂശീകരണത്തിന് ശേഷം അരസഹസ്രാബ്ദത്തിന് മേലെ കഴിഞ്ഞപ്പോൾ പിശാച് തന്റെ പരാജയ കാരണങ്ങൾ വിശകലനം ചെയ്ത് ഇനി പരാജയപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്തോടെ ഉണ്ടാക്കിയെടുത്തതാണ് ഇസ്ലാം എന്ന മതം. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ നിഷേധിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു മതം ഇസ്ലാം മാത്രമാണ്. മറ്റുള്ള മതങ്ങളിലുള്ളവർക്ക് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചെന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ മുസ്ലിങ്ങൾക്ക് അത് പ്രശ്നമാണ്. കാരണം ഇസ്ലാം മതത്തിന്റെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്നാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ നിഷേധിക്കുക എന്നുള്ളത്. കുട്ടിക്കാലത്തെ മദ്രസയ്ക്കുള്ളിൽ വെച്ച് ഓരോ മുസ്ലിമിന്റെയും ഉള്ളിൽ ഈ ചിന്താഗതി അടിച്ചേൽപ്പിക്കപ്പെടുന്നത് കൊണ്ട് അവൻ വളർന്നു വലുതായി ഇസ്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി ഇസ്ലാം മതം ഉപേക്ഷിച്ച് പുറത്തു വന്നാലും യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നൊരു ചിന്ത അവന്റെ ഉള്ളിൽ ഉറച്ചു കിടക്കും. അതുകൊണ്ട് തന്നെ
ക്രൂശിക്കപ്പെട്ട് മരിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച് പാപക്ഷമ പ്രാപിക്കാൻ അവന് ബുദ്ധിമുട്ടായിരിക്കും. അവന്റെ മനസ്സിന് അത് അംഗീകരിക്കാൻ വലിയ പ്രയാസമായിരിക്കും. പിശാചിനത് മതി. ഇസ്ലാമിനകത്ത് നിന്നിട്ടായാലും ഇസ്ലാമിന് പുറത്തു പോയിട്ടായാലും അവൻ തന്റെ കൂടെ നരകത്തിലേക്ക് തന്നെ വരണം. ഒരിക്കലും അവൻ യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് പോകരുത്. അതാണ് അവന്റെ ലക്ഷ്യം. പിശാചിന്റെ കെണിയിൽ കുടുങ്ങിക്കിടക്കുന്ന മുസ്ലിങ്ങൾ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിനെതിരായി സോഷ്യൽ മീഡിയയിലും സോഷ്യൽ മീഡിയയ്ക്ക് പുറത്തും ധാരാളം പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ പ്രചാരണത്തിൽ കുടുങ്ങി നരകത്തിലേക്ക് പോകുന്ന സത്യാന്വേഷികളായ മുസ്ലിങ്ങൾക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തിൽ ചെയ്യുന്ന വീഡിയോ ആണ് ഇത്. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ചരിത്രബോധമുള്ള ഒരാൾക്കും അത് നിഷേധിക്കാൻ സാധിക്കുകയില്ല. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു എന്ന് കൂടെ നടന്ന ശിഷ്യന്മാർ 4 പേർ 4 സുവിശേഷങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. പ്രധാന ശിഷ്യനായ പത്രോസ് അക്കാര്യം അതിധൈര്യത്തോടെ ക്രൂശിക്കാൻ കാരണക്കാരായവരുടെ മുഖത്തു നോക്കി വിളിച്ചു പറഞ്ഞതും ബൈബിളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രായനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പോസ്തലപ്രവൃത്തിയിൽ ധാരാളം ഭാഗങ്ങളിൽ പത്രോസും യോഹന്നാനും പൗലോസുമൊക്കെ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും പ്രസംഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി ലേഖനങ്ങളിലേക്ക് വന്നാൽ അവിടെയും യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലും യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും നമ്മൾ കാണുന്നുണ്ട്. ബൈബിളിന്റെ പ്രമേയം തന്നെ പാപത്തിൽ വീണുപോയ മനുഷ്യനും പാപത്തിൽ നിന്ന് അവനെ വീണ്ടെടുക്കാൻ വേണ്ടി തന്നെത്താൻ യാഗമായി തീർന്ന ദൈവത്തിന്റെ സ്നേഹവുമാണ്. ഇനി ബൈബിളിന് പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ യേശുക്രിസ്തു ജീവിച്ചിരുന്ന അതേ നൂറ്റാണ്ടിൽ തന്നെ അപ്പോസ്തലന്മാരുടെ സമകാലീനനും യഹൂദനുമായ ജോസീഫസ് ഈ കാര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നുള്ള കാര്യം. റോമാക്കാരനായ ടാസിറ്റസ് AD 54 ജനിക്കുന്നത്. 119 അദ്ദേഹം മരിക്കുന്നു. അതായത് 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലുമായിട്ട് ജീവിച്ച ആളാണ്. ഈ ടാസിറ്റസ് യേശുക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ യങ്ങർ പ്ലിനി, ചെറിയ പ്ലിനി എന്നറിയപ്പെടുന്ന ചരിത്രകാരൻ, അദ്ദേഹം AD 62 ജനിച്ച് 113 മരിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലുമായിട്ട് ജീവിച്ചു മരിച്ച വ്യക്തി. അദ്ദേഹവും ഇതേ കാര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 3-ാം നൂറ്റാണ്ടിലെ യഹൂദന്മാരുടെ തൽമൂദിൽ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു എന്നുള്ള കാര്യം AD 240-50 ആ കാലഘട്ടത്തിലാണ് അത് രേഖപ്പെടുത്തുന്നത്. ആ തൽമൂദിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു എന്നുള്ള കാര്യം. പുറജാതിക്കാരായ സമോസാറ്റയിലെ ലൂഷ്യനും സ്യൂട്ടോണിയസും താലസും ഫ്ലഗോനും മാരാബർ സെറാപ്പിയോണും 1-ാം നൂറ്റാണ്ടിലെ സഭാപിതാവായ റോമിലെ ക്ലമന്തും ഇഗ്നേഷ്യസും ക്വാഡ്രാറ്റസും അരിസ്റ്റേറ്റിസും ജസ്റ്റിൻ മാർട്ടിയറും യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു എന്ന ചരിത്ര സത്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബൈബിളിനകത്തും പുറത്തും ഇത്രയധികം ചരിത്ര തെളിവുകളുള്ള ഒരു കാര്യത്തിലെയാണ് മുസ്ലിങ്ങൾ കണ്ണുമടച്ച് തള്ളിക്കളയുന്നത്. ബൈബിൾ ലോകത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥം എന്നതുപോലെ തന്നെ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്ന ഗ്രന്ഥം കൂടിയാണ്. ബൈബിളിനെ വിമർശിച്ചതിന്റെ പേരിൽ ഞങ്ങൾ ആരും ഒരാളുടെയും കൈവെട്ടാനോ കാലുവെട്ടാനോ കഴുത്തുവെട്ടാനോ പോകാത്തതുകൊണ്ടോ ലോകത്തൊരുമാതിരി എല്ലാ മനുഷ്യരുടെയും മാതൃഭാഷകളിൽ ബൈബിൾ സംലബ്ധമായതുകൊണ്ടും ഈ ഗ്രന്ഥത്തിന് വിമർശകന്മാർ ഏറെയാണ്. പണ്ഡിതന്മാർ മുതൽ പാമരന്മാർ വരെ ബൈബിൾ വിമർശകന്മാരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു ചരിത്ര പുരുഷനാണ് എന്ന് അംഗീകരിക്കുന്ന വിമർശകന്മാരും യേശുക്രിസ്തു ചരിത്ര പുരുഷനല്ല എന്ന് വാദിക്കുന്ന വിമർശകന്മാരുമുണ്ട്. അക്കാദമിക ലോകത്ത് ആരും ഇങ്ങനെയുള്ളൊരു വാദിപ്പ് പറയുന്നില്ല, പണ്ടുണ്ടായിരുന്നു. അതല്ലാതെ ലോക്കലില് ആളുകളൊക്കെ രവീന്ദ്രനെ പോലുള്ളവരൊക്കെ യേശുക്രിസ്തു ചരിത്ര പുരുഷനാണ് എന്ന് അംഗീകരിക്കുന്ന വിമർശകന്മാരിൽ പലരും യേശുക്രിസ്തുവിനെ സംബന്ധിച്ച പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. യേശുക്രിസ്തു കന്യകയിൽ നിന്ന് ജനിച്ചു എന്ന കാര്യത്തിൽ പല വിമർശകന്മാർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരുടെ വിശപ്പടക്കി എന്ന കാര്യത്തിൽ ഈ വിമർശകന്മാരിൽ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്.
യേശുക്രിസ്തു വെള്ളത്തിന്റെ മീതെ നടന്നു എന്ന കാര്യത്തിൽ വിമർശകന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. യേശുക്രിസ്തു മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന കാര്യത്തിൽ പല വിമർശകന്മാരും വ്യത്യസ്ത അഭിപ്രായമുള്ളവരാണ്. യേശുക്രിസ്തു തന്റെ മരണശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന കാര്യത്തിൽ പല വിമർശകന്മാർക്കും എതിരഭിപ്രായങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നടന്നതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അനേക സംഭവങ്ങളിൽ ഒരേ ഒരു സംഭവത്തിൽ മാത്രം ഈ വിമർശന പടുക്കളായ പണ്ഡിതന്മാർക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ല. അവരെല്ലാവരും ആ ഒരു സംഭവത്തിൽ മാത്രം ഏകാഭിപ്രായത്തോടെ യോജിക്കുന്നു. ആ സംഭവം വേറെ ഒന്നുമല്ല, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണമാണത്. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ അഭിപ്രായ ഭിന്നതയും വിമർശകന്മാരായ ഈ പണ്ഡിതന്മാർക്കിടയിലില്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ ബൈബിൾ വിമർശകന്മാരിൽ തലയെടുപ്പുള്ള പണ്ഡിതനാണ് ബാർട്ട് ഡി എർമാൻ. അദ്ദേഹം ദൈവവിശ്വാസിയല്ല, അജ്ഞേയവാദിയാണ്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാതെ സന്ദേഹവാദിയായി നടക്കുന്ന ആള്. അദ്ദേഹം വളരെ ശക്തിമത്തായി ഊന്നിപ്പറയുന്ന ഒരു കാര്യമാണ്, യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് എല്ലാ ചരിത്രകാരന്മാർക്കും ഒരുപോലെ യോജിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ക്രൂശീകരണമാണ് എന്നുള്ളത്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് വേറെ എന്തൊക്കെ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ക്രൂശീകരണം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സ്ഥാനമില്ല എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുള്ളത്. കിട്ടുന്ന ഏതവസരത്തിലും ബൈബിളിൽ എഴുതിയിരിക്കുന്നത് തെറ്റാണെന്ന് തെളിയിക്കുവാൻ ഭഗീരഥ പ്രയത്നം നടത്തുന്ന ലിബറൽ സ്കോളറായ ബാർട്ടർമാനെ പോലെയുള്ള ഒരു ബൈബിൾ വിമർശകൻ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം എന്ന വിഷയത്തിൽ ഇത്തരമൊരു നിലപാട് എടുത്തതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരു നിലപാട് എടുക്കാതെ ഈ വിമർശകരായ പണ്ഡിതന്മാർക്ക് വേറെ നിർവാഹമില്ല. കാരണം അത്രമാത്രം ശക്തമായ തെളിവുകളാണ്. ഏതൊരു ബൈബിൾ വിമർശകനും എക്കാരണം ചൊല്ലിയും നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രമാത്രം ശക്തിമത്തായ തെളിവുകളാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം എന്ന വിഷയത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിലും അതിനു പുറത്ത് യഹൂദ ചരിത്രകാരന്മാരുടെയും റോമൻ ചരിത്രകാരന്മാരുടെയും അപ്പോസ്തലിക പിതാക്കന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും ഒക്കെ എഴുത്തുകളിലുള്ളത്. മനുഷ്യവർഗത്തിന്റെ ഇന്നു വരെയുള്ള എല്ലാ ചരിത്രരേഖകളെയും നിഷേധിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നിഷേധിക്കാൻ സാധിക്കുകയുള്ളൂ. മുസ്ലിങ്ങളെ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം അത്രമാത്രം സുവ്യക്തമായി ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചില്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്ക് അതിനുള്ള തെളിവുകൾ എന്തെല്ലാമാണ്? ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ. അപ്പൊ എന്താണ് അതിന്റെ തെളിവുകൾ? നമുക്കിനി ഇക്കാര്യത്തിലുള്ള അവരുടെ ആ വിശ്വാസത്തിന്റെ തെളിവുകൾ അല്ല, അതിന്റെ പൊള്ളത്തരങ്ങൾ, അതാണ് നമ്മൾ ഇനി പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഇനി പരിശോധിക്കുന്ന അതാണ്. യേശുക്രിസ്തുവിന്റെ ഏതെങ്കിലും ശിഷ്യന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടല്ല എന്ന്? ഉണ്ടോ? ഇല്ല. ഉത്തരമില്ല എന്നുള്ളതാണ്. എന്നാ ശരി, അടുത്ത ചോദ്യം. യേശുക്രിസ്തുവിന്റെ സമകാലീനരായ ഏതെങ്കിലും യഹൂദന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടില്ല എന്ന്? ഉത്തരം ഇല്ല എന്നാണ്. അങ്ങനെ ഒരു സംഭവമില്ല. യേശുക്രിസ്തുവിന്റെ സമകാലീനരായ ഏതെങ്കിലും റോമാക്കാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടില്ല എന്ന്? അതിന്റെയും ഉത്തരം ഇല്ല എന്നാണ്. ശരി, ആ സമകാലീനതൊക്കെ വിട്. ആ തൊട്ടടുത്ത തലമുറയിൽ, യേശുക്രിസ്തുവിന്റെ തൊട്ടടുത്ത തലമുറയിലെ ഏതെങ്കിലും ക്രിസ്ത്യാനികളായിരിക്കുന്ന ശിഷ്യന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടില്ല എന്ന്? ഇല്ല, ഒരാളും രേഖപ്പെടുത്തിയിട്ടില്ല. എല്ലാവരും ക്രൂശിക്കപ്പെട്ടു എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ തൊട്ടടുത്ത തലമുറയിലെ ഏതെങ്കിലും യഹൂദന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടില്ല എന്ന്? ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. അങ്ങനെ ആരും രേഖപ്പെടുത്തിയിട്ടില്ല. യേശുക്രിസ്തുവിന്റെ തൊട്ടടുത്ത തലമുറയിലെ ഏതെങ്കിലും റോമാക്കാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടില്ല എന്ന്? ഇല്ല, അങ്ങനെ ഒരാളും രേഖപ്പെടുത്തിയിട്ടില്ല. യേശുക്രിസ്തുവിന് ശേഷമുള്ള നൂറ്റാണ്ടിൽ, ആ തലമുറയൊക്കെ ഇവിടെ അടുത്ത നൂറ്റാണ്ട്, യേശുക്രിസ്തുവിന് ശേഷമുള്ള നൂറ്റാണ്ടിൽ ഏതെങ്കിലും ശിഷ്യന്മാർ, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന ക്രിസ്ത്യാനികളായിരിക്കുന്നവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന്? ഇല്ല എന്നാണ് അതിനും ഉത്തരം. അങ്ങനെ ഒരാളും രേഖപ്പെടുത്തിയിട്ടില്ല. യേശുക്രിസ്തുവിന് ശേഷമുള്ള നൂറ്റാണ്ടിൽ ഏതെങ്കിലും യഹൂദന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു യഹൂദൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടില്ല എന്ന്? അതിന്റെയും ആൻസർ നോ എന്നാണ്. ഒരാളും അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. യേശുക്രിസ്തുവിന് ശേഷമുള്ള നൂറ്റാണ്ടിൽ ഏതെങ്കിലും റോമാക്കാരൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടില്ല എന്ന്? അതിന്റെയും ആൻസർ നോ എന്നാണ്. ഒരാളും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. ശരി, ആ നൂറ്റാണ്ട് കൂടി, ഇനി അതിന്റെ അടുത്ത നൂറ്റാണ്ട്, അതിന്റെ അടുത്ത നൂറ്റാണ്ടിൽ ആരെങ്കിലും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇതേപോലെയൊക്കെ ഉള്ള?
യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോ യഹൂദന്മാരോ റോമാക്കാരോ ആരെങ്കിലും ഇല്ല, ആരും രേഖപ്പെടുത്തിയിട്ടില്ല. അതിന്റെ അടുത്ത നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ 3-ാം നൂറ്റാണ്ടിലാണ് യഹൂദന്മാരുടെ തൽമൂദിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പറ്റി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു, അത് അവനൊരു കള്ള പ്രവാചകനായതുകൊണ്ടാണ്, അവൻ ആളുകളെ വഞ്ചിക്കുന്ന ഒരു വ്യാജനായതുകൊണ്ടാണ്, വ്യാജ മശിഹ ആയതുകൊണ്ടാണ് ഞങ്ങൾ അവനെ ക്രൂശിച്ചതെന്നും പറഞ്ഞ് ആ നൂറ്റാണ്ടിലുള്ള ഒരു ന്യായീകരണമൊക്കെ ചമച്ചിട്ടുണ്ട്. തൽമൂദിനകത്ത് ന്യായീകരണം കാണാം. അതേ ഉള്ളൂ. മനസ്സിലായേ? 3-ാം നൂറ്റാണ്ടില് അവര് പോലും ക്രൂശിച്ചിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ക്രൂശിക്കപ്പെട്ടു, പക്ഷെ ഇന്ന കാരണം കൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള കാരണമായിട്ട് അവർ പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളും, അതായത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാകട്ടെ, കൂടെ നടന്ന അപ്പോസ്തലന്മാരല്ലാത്ത മറ്റാരെങ്കിലും ആകട്ടെ, ഇനി അതല്ലാതെ അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർ, എതിരാളികളായിരിക്കുന്ന യഹൂദന്മാരാകട്ടെ, അതല്ല റോമാക്കാരാകട്ടെ, ഇവരാരും ഒന്നും ഇങ്ങനെ യേശുക്രിസ്തു ക്രൂശിച്ചിട്ടില്ല എന്ന്, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടില്ല എന്ന് രേഖപ്പെടുത്തി വെക്കാതിരിക്കെ പിന്നെ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചിട്ടില്ല, ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ വിശ്വസിക്കുന്നത്? ആര് പറഞ്ഞതുകൊണ്ടാണ്? ഉത്തരം സിമ്പിൾ ആണ്. 6-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് പറഞ്ഞതുകൊണ്ടാണ്. ആ പ്രദേശത്തൊന്നും ജീവിച്ചിരുന്ന ആളല്ല, ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് അറേബ്യയിൽ, സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന, ഇന്നത്തെ സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ ഈ പറഞ്ഞ മുഹമ്മദ് ക്രൂശീകരണം നടന്ന പ്രദേശത്ത് വന്നിട്ടുണ്ടോ? ഇല്ല. അവിടെയുള്ള ജനങ്ങളുടെ ഭാഷ അദ്ദേഹത്തിന് അറിയാമോ? ഇല്ല, അതും അറിയില്ല. ശരി, ഇനി ഏതെങ്കിലും ചരിത്രരേഖ പരിശോധിച്ച് നോക്കിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്ന് പറയാൻ അദ്ദേഹത്തിന് എഴുത്തും വായനയും അറിയാമോ? ഇല്ല, അതും അറിയില്ല. വായിച്ചു നോക്കാനും അറിയില്ല. ശരി, എന്തെങ്കിലും ചരിത്രരേഖകൾ ഇനിയിപ്പോ വായിച്ചു തന്നെ അറിയണമെന്നില്ല, കേട്ടറിഞ്ഞാലും മതിയല്ലോ ഏതെങ്കിലും ചരിത്രരേഖകൾ. അപ്പൊ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടില്ല എന്ന് മുഹമ്മദ് പറഞ്ഞത് എന്തെങ്കിലും ചരിത്രരേഖകളുടെ പിൻബലത്തിലാണോ? അല്ല. ഒരു ചരിത്രരേഖയും ആ പ്രസ്താവനയെ സപ്പോർട്ട് ചെയ്യാനില്ല. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടില്ല എന്ന മുഹമ്മദിന്റെ പ്രസ്താവനയ്ക്ക് അനുകൂലമായ എന്തെങ്കിലും ചരിത്ര തെളിവുകളുണ്ടോ? ഒന്നുമില്ല. യാതൊന്നുമില്ല. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടില്ല എന്നുള്ള മുഹമ്മദിന്റെ പ്രസ്താവനയ്ക്ക് പ്രതികൂലമായ എന്തെങ്കിലും ചരിത്ര തെളിവുകളുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ക്രൂശീകരണം നടന്നു എന്നുള്ളതിനെ സത്യപ്പെടുത്തുന്ന തെളിവുകൾ ധാരാളമുണ്ട്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരം മുഹമ്മദിന് എവിടുന്ന് കിട്ടിയെന്നാണ് മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നത്? അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു മലക്ക് വന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ് ആരോപിക്കപ്പെടുന്നത്. ശരി, മലക്ക് വന്ന് മുഹമ്മദിനോട് സംസാരിച്ചു എന്നുള്ളതിന് ആരെങ്കിലും ദൃക്സാക്ഷികളുണ്ടോ? ഒരാളുമില്ല. ഈ മലക്ക് മുഹമ്മദിനോടല്ലാതെ വേറെ ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരാളോട് സംസാരിച്ചിട്ടില്ല. ഇതെല്ലാം അവരുടെ കിതാബിന്റെ അടിസ്ഥാനത്തിലാണ്, ഹദീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. അതിനാ നമ്മൾ പരിശോധിച്ച് നോക്കുന്നത്. ഇല്ല, അങ്ങനെ ഒരാളോട്, മുഹമ്മദ് ഒഴികെ വേറെ ഒരാളോട് ഈ മലക്ക് സംസാരിച്ചിട്ടില്ല. ഈ മലക്കിനെ മുഹമ്മദ് അല്ലാതെ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരാളും കണ്ടിട്ടില്ല. ശരി, എന്നാ ഈ മലക്കിന്റെ കാര്യം നമുക്ക് നോക്കാം. താൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്ന മലക്കാണെന്ന് മുഹമ്മദിനോട് മലക്ക് സ്വയം പരിചയപ്പെടുത്തിയിരുന്നോ? ആദ്യമായിട്ട് നമ്മൾ ഒരാളെ കാണുമ്പോൾ അതാണല്ലോ ചെയ്യുക. ഞാൻ ഇന്ന ആളാണെന്നും പറഞ്ഞു പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്തും. അതുപോലെ ഈ മലക്ക് മുഹമ്മദിനോട് ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്ന മലക്കാണെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പരിചയം ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഈ വന്നത് മലക്കാണെന്നുള്ള കാര്യം എങ്ങനെയാണ് മനസ്സിലായത്? അതിന് ഉത്തരം സിമ്പിളാണ്. മുഹമ്മദിന്റെ ഭാര്യയുടെ ബന്ധുവായ വറക്ക ഇബ്നു നൗഫൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു പാഷാണ്ട ക്രിസ്ത്യാനി പറഞ്ഞു വന്നത് മലക്കാണെന്ന്. അങ്ങനെയാണ് ഈ വന്നത് ഒരു മലക്കാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായത്. അപ്പൊ അടുത്ത ചോദ്യം, ഈ പറഞ്ഞ ബന്ധു അതിനു മുമ്പ് വല്ല മലക്കുകളെയും കണ്ടതായി എവിടെയെങ്കിലും എപ്പോഴെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു അവകാശവാദം ഇല്ല, ഒരിക്കലും അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ല. ഈ ബന്ധു ഒരിക്കലും ഒരു മലക്കിനെയും കണ്ടിട്ടില്ല. എന്നാൽ ശരി, അദ്ദേഹത്തിന്റെ കാര്യം വിടുക. അദ്ദേഹത്തിന്റെ പിതാവോ മാതാവോ മുത്തച്ഛനോ മുതുമുത്തച്ഛനോ തുടങ്ങി അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പരമ്പരയിൽ ആരെങ്കിലും കണ്ട് പണ്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ വാമൊഴിയായിട്ട് പറഞ്ഞു വന്ന് ആ കുടുംബത്തിനകത്തുള്ളവർക്ക് അറിയാവുന്നതായി അങ്ങനെ എന്തെങ്കിലും തരം ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു തലമുറയിൽ അദ്ദേഹത്തിന്റെ വറക്ക ഇബ്നു നൗഫലിന്റെ ഏതെങ്കിലും ഒരു തലമുറയിൽ ആരെങ്കിലും വല്ല മലക്കുകളെയും കണ്ടതായി എന്തെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ? അതിന്റെ ഉത്തരം നോ എന്നാണ്. ഒരാളും അവകാശപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെ വറക്ക ഇബ്നു നൗഫലിന് മനസ്സിലായി വന്നത് മലക്കാണെന്നുള്ള കാര്യം? അതിന്റെ ഉത്തരം സിമ്പിളാണ്. ഒരു ഊഹത്തിന്റെ പുറത്ത് പറഞ്ഞതാണ്. മനസ്സിലായോ? ഈ മനുഷ്യൻ കണ്ടിട്ടില്ല, ഈ മനുഷ്യന്റെ കുടുംബത്തിൽ ആരും കണ്ടിട്ടില്ല, ഇവർക്ക് ആരും അറിയുകയില്ല. ഒരു ഊഹത്തിന്റെ പുറത്ത് പറഞ്ഞു ഈ വന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള മലക്കാണെന്ന്. ഇനി അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് മലക്ക് വന്നതിന് ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അവിടെ നിന്നാണ് പുറപ്പെട്ടത്.
എന്നുള്ളതിന് അവിടെ ആരെങ്കിലും വെച്ച് കണ്ടിട്ട് മുഹമ്മദിനോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? കാരണം നിന്റെ അടുത്ത് വരുന്നത് മലക്ക് തന്നെയാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള മലക്ക് തന്നെയാണ്, ഞാൻ ദുസാക്ഷിയാണെന്ന്. ഇല്ല, അങ്ങനെ ഒരാളും വന്ന് മുഹമ്മദിനോട് പറഞ്ഞിട്ടില്ല. ഈ മലക്കല്ലാതെ വേറെ ആര് ഇങ്ങനെ കാര്യമായിട്ട് മുഹമ്മദിന്റെ അടുത്ത് വന്നിട്ടില്ല. താൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് വരുന്നത് എന്ന് മലക്ക് അവകാശപ്പെട്ടിരുന്നോ? ഇല്ല എന്നാണ് ഉത്തരം. നമ്മൾ ആ ഫസ്റ്റ് എൻകൗണ്ടർ നോക്കിയാൽ മുഹമ്മദുമായിട്ട് മലക്കിന്റെ ഈ കൂടിക്കാഴ്ച, ആദ്യത്തെ കൂടിക്കാഴ്ച ദീർഘമായ ഒരു ഹദീസാണ്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം അവകാശവാദങ്ങളൊന്നുമില്ല. താൻ ആരാണെന്നോ താൻ ആരുടെ അടുക്കൽ നിന്നാണ് വരുന്നതെന്നോ ഒന്നും മലക്ക് പറയുന്നില്ല. അപ്പൊ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പിന്നെ മനസ്സിലായത് മലക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യം? എങ്ങനെയാ മനസ്സിലായത്? അത് നേരത്തെ പറഞ്ഞ മുഹമ്മദിന്റെ ഭാര്യയുടെ ബന്ധു വറഖ ഇബ്നു നൗഫൽ തന്നെയാണ് ഇക്കാര്യവും പറഞ്ഞത്. ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് വന്നിരിക്കുന്നത്. വന്നത് മലക്കാണെന്ന് പറഞ്ഞത് പുള്ളി, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് വന്നതെന്നും പറഞ്ഞത് പുള്ളി. അപ്പൊ ഈ പറഞ്ഞ ബന്ധു വറഖ ഇബ്നു നൗഫൽ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഈ പറഞ്ഞ ബന്ധുവിന് എങ്ങനെ മനസ്സിലായി ഈ മലക്ക് വന്നതൊരു മലക്കാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഈ വന്ന പുള്ളി അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് വന്നത് എന്നുള്ള കാര്യം ഈ പുള്ളിക്ക് എങ്ങനെ മനസ്സിലായി? അതും ഊഹത്തിന്റെ പുറത്ത് പറഞ്ഞതാണ്, ഒരു തെളിവുമില്ല, കേവലം ഊഹത്തിന്റെ പുറത്ത് പറഞ്ഞതാണ്. ശരി, ഇനി അതൊക്കെ കൂട്. ഈ അള്ളാഹു എപ്പോഴെങ്കിലും തന്നോട് സംസാരിച്ചിട്ടുള്ളതായി മുഹമ്മദിന്റെ ഭാര്യയുടെ ബന്ധു അവകാശപ്പെട്ടിട്ടുണ്ടോ? വറഖ ഇബ്നു നൗഫൽ അവകാശപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പറയാം, അള്ളാഹു എന്നോട് പറഞ്ഞു ഞാനൊരു ദൂതനെ മലക്കിനെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് മുഹമ്മദിന്റെ അടുക്കൽ, അതുകൊണ്ട് നീ അതൊന്ന് സത്യപ്പെടുത്തണം, സാക്ഷ്യപ്പെടുത്തണം എന്ന് വറക്കയോട് പറഞ്ഞായിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം വരുന്നത്. എപ്പോഴെങ്കിലും അള്ളാഹു തന്നോട് സംസാരിച്ചിട്ടുള്ളതായി മുഹമ്മദിന്റെ ഭാര്യയുടെ ബന്ധു അവകാശപ്പെട്ടിട്ടുണ്ടോ? നോ. അങ്ങനെ ഒരു അവകാശവാദവും പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിടത്തും നമ്മൾ കാണുന്നില്ല. ഇനി ഈ വറഖ ഇബ്നു നൗഫലിന്റെ കാര്യം പോട്ടെ, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? അറേബ്യയിലൊന്നുണ്ടായിരുന്ന ആരെങ്കിലും, മക്കയിലോ മദീനയിലോ ആ ചുറ്റുപാടുള്ള ആരെങ്കിലും? ഇല്ല, ഒരാളും കണ്ടിട്ടില്ല. മുഹമ്മദ് പോലും കണ്ടിട്ടില്ല. ശരി, കാണണമെന്നില്ല, അദൃശ്യമായിട്ട് വന്ന അശരീരിയിലൂടെ മുഹമ്മദിനോട് അള്ളാഹു എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് ഉത്തരം. ഒരിക്കലും അങ്ങനെ ഒരു സംസാരം മുഹമ്മദിനോട് അള്ളാഹു നടത്തിയിട്ടില്ല. മുഹമ്മദിന്റെ അടുത്ത് വന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള മലക്കാണെന്ന് മുഹമ്മദിന്റെ ഭാര്യയുടെ ബന്ധു പറഞ്ഞതിന് ശേഷം ഈ മലക്ക് അവകാശപ്പെട്ടിട്ടുണ്ടോ താൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും വരുന്ന മലക്കാണെന്ന്? ഉണ്ടെന്നാണ് ഉത്തരം. അതായത് ഫസ്റ്റ് പ്രാവശ്യം വന്നപ്പോഴോ രണ്ടാമത് പ്രാവശ്യം വന്നപ്പോഴൊന്നും ഇങ്ങനെ ഒരു അവകാശവാദം ഇല്ല, മലക്ക് പറയുന്നില്ല. പക്ഷെ ഈ വറഖ ഇബ്നു നൗഫൽ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മുഹമ്മദും ഖദീജയൊക്കെ അത് വിശ്വസിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ മലക്ക് പറയുന്നുണ്ട് ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യം. മനസ്സിലായോ? അങ്ങനെ ഒരു ഇൻഫോർമേഷൻ അവർക്ക് കിട്ടിയതിന് ശേഷമാണ് പുള്ളി പറയുന്നത്, അല്ലാതെ ആരംഭത്തിൽ അങ്ങനെ ഒന്നും പറയുന്നില്ല. ഇനി ഈ മലക്കുമായി ബന്ധപ്പെടാൻ തുടങ്ങിയതിന് ശേഷം മുഹമ്മദിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കാരണം ദൈവത്തിന്റെ ദൂതനമായിട്ടാണല്ലോ ഈ ഇടപാട്. അപ്പൊ സ്വാഭാവികമായി ജീവിതത്തിൽ മാറ്റം വേണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം വരുന്നത്. തീർച്ചയായും ഉണ്ട്, അതാണ് ഉത്തരം. മുഹമ്മദിന്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗുണപരമായ മാറ്റങ്ങളാണോ അല്ലെങ്കിൽ നല്ല മാറ്റങ്ങളാണോ? നോ, ദോഷകരമായ മാറ്റങ്ങളാണ്. ദോഷകരമായ മാറ്റങ്ങൾ. ഉദാഹരണത്തിന് എന്തെങ്കിലും ചില മാറ്റങ്ങൾ പറയാമോ എന്നാരെങ്കിലും ചോദിച്ചാൽ പറയാം, ഞങ്ങൾക്ക് ഇഷ്ടം പോലെയുണ്ട്, ഇഷ്ടം പോലെ, ചിലത് മാത്രം പറയാം. അതുവരെ സ്വസ്ഥമായി ജീവിച്ച മുഹമ്മദിൽ പിന്നീട് ആത്മഹത്യാ പ്രവണത തലമുക്കുന്നു. മുഹമ്മദ് പലവട്ടം ആത്മഹത്യ ചെയ്യാൻ പോകുന്നുണ്ട്. അതുവരെ ഏകപത്നീവ്രതനായി ജീവിച്ച മുഹമ്മദ് പിന്നെ ബഹുഭാരിത്വത്തിലേക്ക് മാറുന്നു. ബഹുഭാരിത്വമാണ്. തന്റെ സ്നേഹിതനും തന്നെക്കാൾ ഇളയവനുമായ തന്റെ അനുയായിയുടെ 6 വയസ്സുള്ള മകളെ വരെ മുഹമ്മദ് വിവാഹം കഴിക്കുന്നു. തനിക്ക് ആൺമക്കൾ ഇല്ലാതിരുന്നത് കൊണ്ട് തന്റെ മകനായി ദത്തെടുത്തിരുന്ന സെയ്ദ് എന്ന ചെറുപ്പക്കാരന്റെ സുന്ദരിയായ ഭാര്യയെ അവനെ കൊണ്ട് വിവാഹമോചനം ചെയ്യിച്ച ശേഷം ആ പഴയ മരുമകളെ മുഹമ്മദ് വിവാഹം കഴിക്കുന്നു. മറ്റു ഗോത്രങ്ങളെ ആക്രമിച്ച് കീഴടക്കി അവിടെയുള്ള പല പുരുഷന്മാരെയും വധിച്ച് അവരുടെ വിധവമാരെ തനിക്കും തന്റെ അനുയായികൾക്കും ഭാര്യമാരും വെപ്പാട്ടിമാരും അടിമകളുമായി എടുക്കുന്നു. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിയുമ്പോൾ ഈ അടിമകളെയൊക്കെ അടിമച്ചന്തയെ കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന കാശിന് ആയുധങ്ങളും കുതിരയെയും ഒട്ടകങ്ങളെയും ഒക്കെ വാങ്ങുന്നു. മറ്റുള്ളവരുടെ സ്വത്ത് കൊള്ളയടിക്കുന്നു. അതിന് മുമ്പ് അതുണ്ടായിരുന്നില്ല. ഈ മലക്കുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഇതൊക്കെ വരുന്നത്. അതുപോലെ അനുയായികൾക്ക് നുണ പറയാനുള്ള അനുവാദം കൊടുക്കുന്നു മുഹമ്മദ്. സത്യസന്ധനായിട്ട് അതുവരെ ജീവിച്ച മനുഷ്യനാണ്. പക്ഷെ ഈ മലക്കിനെ കണ്ടതിന് ശേഷം പിന്നെ പുള്ളി കള്ളം പറയുന്നത് മാത്രമല്ല, അനുയായികൾക്കും കള്ളം പറയാനുള്ള അവസരങ്ങൾ കൊടുക്കുക, അനുവാദം കൊടുക്കുകയാണ്. നുണ പറഞ്ഞോ കുഴപ്പമില്ല. മറ്റുള്ളവരെ വഞ്ചിക്കുവാൻ അനുയായികൾക്ക് അനുവാദം കൊടുക്കുന്നു. വ്യാജ വാർത്തകൾ കെട്ടിച്ചമയ്ക്കാൻ അനുയായികൾക്ക് അനുവാദം കൊടുക്കുന്നു. നിരപരാധികളായ മനുഷ്യരെ കൊല്ലുന്ന തന്റെ അനുയായികൾക്ക് പ്രോത്സാഹനം നൽകുന്നു. തന്നെ
എതിർത്തിരുന്നവരെ കൊന്ന് അവരുടെ ശവശരീരങ്ങളെ പോലും പരിഹസിക്കുന്നു. തന്നെ വിമർശിക്കുന്ന ആൾക്കാരെ ഇരുട്ടിന്റെ മറവിൽ കൊല്ലാൻ വേണ്ടി അയക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ സംഘങ്ങളെ അയക്കുന്നു. അതില് ഒരു 5 കുഞ്ഞുങ്ങളുടെ അമ്മയായ ഒരു സ്ത്രീ മുഹമ്മദിനെതിരെ കവിത എഴുതി എന്നുള്ള കുറ്റത്തിനാണ് അസ്മാ ബിന്ത് മർവാനെ ആ കുഞ്ഞുങ്ങളോടൊപ്പം കിടന്നുറങ്ങുന്ന സമയത്ത് കൊന്നുകളഞ്ഞിരിക്കുന്നത്. നെഞ്ചിൽ വാള് കുത്തിയിറക്കി കൊന്നുകളഞ്ഞിരിക്കുന്നു. മാത്രമല്ല, മുഹമ്മദിന് കോപം നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അനുയായികളെ അടിക്കുകയും ശപിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും മുമ്പുണ്ടായിരുന്നില്ല. ഈ മലക്കിനെ കണ്ടതിന് ശേഷമാണ് ഈ മാറ്റം വന്നത്. തന്നിലൂടെ വന്ന അള്ളാഹുവിന്റെ വചനം എന്ന് താൻ തന്നെ അവകാശപ്പെട്ട ഖുർആനിലെ പല കൽപ്പനകൾക്കുമെതിരെ പ്രവർത്തിക്കുന്നു. അതായത് വാക്കുവ്യത്യാസം കാണിക്കുന്നു. ഒരു കാര്യം പറയുന്നു, അതിനെതിരായി പ്രവർത്തിക്കുന്നു. തന്റെ ഭാര്യമാരിൽ ഒരുവളുമായി രഹസ്യബന്ധം ഉണ്ടെന്ന് സംശയിച്ച് നിരപരാധിയായ ഒരു മനുഷ്യനെ കൊല്ലാൻ കൽപ്പനയിടുന്നു. അലി കൊല്ലാൻ വേണ്ടി പോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ കുളിച്ചോണ്ട് നിൽക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ പുള്ളി ലിംഗമില്ല, ലിംഗം കട്ട് ചെയ്ത് ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതായത് മുഹമ്മദിന്റെ ഭാര്യയുമായിട്ട് ഒരു സംശയമല്ല. മുഹമ്മദ് ഒരു കുഞ്ഞ് ജനിച്ചപ്പോ, മരിയത്തുൽ തിക്ബയിൽ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിന്റെ ബാപ്പ മുഹമ്മദ് അല്ല വേറെ ആളാണെന്നും പറഞ്ഞ ആരോപണം വന്നു. അയാളെ കൊല്ലാൻ വേണ്ടി, ഒരു വിചാരണയിൽ ഒന്നുമില്ല, അയാളെ കൊല്ലാൻ വേണ്ടി നാട്ടുകാരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളെ കൊല്ലാൻ അലിനെ വിടുകയാണ്. അലി കൊല്ലാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കിയപ്പോൾ ലിംഗം ഇല്ല. അപ്പൊ പിന്നെ എന്തായാലും ഇയാൾക്ക് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ പറ്റില്ല. ആ ഒറ്റ കാരണം കൊണ്ട് അയാൾ അലി വെറുതെ വിട്ട് തിരിച്ചു വരുന്നത്. ഇതൊക്കെ ഹദീസുകളാണ്. മനസ്സിലായി? ഇനി അതുവരെ സമാധാനമായി ജീവിച്ചിരുന്ന ആളാണ് മുഹമ്മദ്. ഈ മലക്കിനെയൊക്കെ കണ്ട് ഇതായതിനു ശേഷം സമാധാനം നഷ്ടപ്പെടുകയാണ്. സമാധാനം ഇല്ലാത്തത് കൊണ്ട് അനുയായികളുടെ കാവലില്ലാതെ രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ടുന്നു. തന്റെ കുടുംബത്തിലുള്ളവർ തനിക്ക് അസുഖം വന്ന സമയത്ത് മരുന്ന് തന്നു കഴിഞ്ഞപ്പോൾ വിഷമാണ് തനിക്ക് തന്നതെന്ന് പേടിച്ച് അവരെ കൊണ്ടല്ല ആ മരുന്ന് കുടിപ്പിക്കുന്നു. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. യുദ്ധത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ അനുയായികൾക്ക് അനുവാദം കൊടുക്കുന്നു. ക്രിസ്ത്യാനികളോട് യഹൂദന്മാരോട് സ്നേഹബന്ധം പാടില്ല എന്ന് തന്റെ അനുയായികൾക്ക് കൽപ്പന കൊടുക്കുന്നു. മരണക്കിടക്കയിൽ വെച്ചുപോലും ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും ശപിച്ചുകൊണ്ടിരിക്കുന്നു. തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഈ മലക്കിനെ കണ്ടുമുട്ടിയതിനു ശേഷം മുഹമ്മദിന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എല്ലാം ദോഷകരമായ മാറ്റങ്ങളാണ്. ഗുണപരമായ ഒരു മാറ്റം പോലും ഇല്ല. എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ട ഒരു ദൂതനുമായിട്ടല്ല മുഹമ്മദിന് ബന്ധം വന്നിരിക്കുന്നത്, പിശാചുമായിട്ടോ അല്ലെങ്കിൽ പിശാചിന്റെ ദൂതനുമായിട്ടോ ആണ്. കാരണം പിശാചുമായി ബന്ധപ്പെട്ടാൽ മാത്രമേ മനുഷ്യന്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായോ? ഇനി തന്നിലൂടെ വന്ന അള്ളാഹുവിന്റെ വചനം എന്ന് താൻ തന്നെ അവകാശപ്പെട്ട ഖുർആനിലെ പല കൽപ്പനകൾക്കുമെതിരെ മുഹമ്മദ് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞല്ലോ. തെളിവ് വല്ലതും പറയാനുണ്ടോ എന്നാരെങ്കിലും ചോദിച്ചാൽ ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. വിസ്തരഭയം മൂലം ഞാൻ ഒരെണ്ണം മാത്രം പറയാം. സൂറ 2:234-235 അനുസരിച്ച് ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാലോ കൊല്ലപ്പെട്ടാലോ സ്ത്രീക്ക് പുനർവിവാഹം ചെയ്യാനുള്ള കാലം അഥവാ ഇദ്ധാകാലം 4 മാസവും 10 ദിവസവുമാണ്. ഇക്കാലത്തിനുള്ളിൽ ആ സ്ത്രീകളോട് വിവാഹാഭ്യർത്ഥന വ്യംഗ്യമായി സൂചിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് മനസ്സിൽ സൂക്ഷിക്കുകയോ ചെയ്യാൻ മാത്രമേ പാടുള്ളൂ എന്ന് ഖുർആൻ കർശനമായി പറയുന്നുണ്ട്. ആ ഭാഗം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. എന്നാൽ മുഹമ്മദ് ഖൈബർ ഗോത്രത്തെ, ഖൈബർ എന്ന ഒരു യഹൂദ ഗോത്രത്തെ അല്ലെങ്കിൽ ഖൈബർ പ്രദേശത്ത് താമസിച്ചിരുന്ന യഹൂദന്മാരെ ആക്രമിച്ച് അവിടെയുള്ള സുന്ദരിയായ അവരുടെ ചീഫായ യഹൂദ ഗോത്രത്തിന്റെ തലവന്റെ മകളാണ് സഫിയ. ഈ സഫിയയെ ഭാര്യയായി എടുക്കുന്നത് ഈ കൽപ്പനയുടെ നഗ്നമായ ലംഘനമായിട്ടാണ് നമ്മൾ കാണുന്നത്, ഹദീസിൽ കാണുന്നത്. അതായത് ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ യുദ്ധാകാലയളവുണ്ട്. ആ യുദ്ധാകാലയളവ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവളെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. എന്നാൽ സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 16 ഹദീസ് നമ്പർ 84, അത് sunnah.com പോയി കഴിഞ്ഞാൽ 1365, sunnah.com സ്വഹീഹ് മുസ്ലിം 1365 ഹദീസിൽ പറയുന്നത്, ഹദീസ് മൊത്തം ഞാൻ പറയുന്നില്ല, ചുരുക്കി പറയുകയാണ്. മുഹമ്മദ് സംഘവും അപ്രതീക്ഷിതമായിട്ട് ഖൈബർ ആക്രമിച്ച് ശത്രുക്കളെ വധിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്തിട്ട് സ്ത്രീകളെ വിഭാഗിച്ചെടുത്തു. ഈ ദിഹിയത്ത് എന്ന ഒരുവിന് കിട്ടിയ സഫിയയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ചില സ്വഹാബിമാരും മുഹമ്മദിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം ദിഹിയത്തിന് 7 അടിമ പെൺകുട്ടികളെ എന്ന് വെച്ചാൽ അവിടുന്ന് തന്നെ കിട്ടി മുഹമ്മദിന്റെ അധീനതയിലേക്ക് വന്ന അടിമ പെൺകുട്ടികളുണ്ട്, അതിൽ നിന്ന് 7 പേരെ കൊടുത്തിട്ട് പകരം ഈ സഫിയയെ മുഹമ്മദ് സ്വീകരിക്കുകയാണ്, തന്റെ അടിമയായിട്ട് സ്വീകരിക്കുന്നു. സഫിയയുടെ പിതാവിനെ മുൻപ് കൊന്നിട്ടുള്ളത് മുസ്ലിങ്ങളാണ്, മുഹമ്മദിന്റെ കൽപ്പനയാലാണ് കൊന്നിട്ടുള്ളത്. ഈ സമയത്ത് ആ ഖൈബർ ആക്രമണത്തിന്റെ ആ സമയത്താണ് കിനാന ബിൻ റബിയ എന്ന് പറയുന്ന ഈ സഫിയയുടെ ഭർത്താവിനെ കൊല്ലുന്നത്. വളരെ ക്രൂരമായിട്ടൊക്കെയാണ്. ഈ നെഞ്ചില് തീയൊക്കെ ഇട്ട് കത്തിക്കുന്നുണ്ട്. കാരണം ഈ കിനാന ബിൻ റബിയ അവിടുത്തെ ഖജനാവ് സൂക്ഷിപ്പുകാരനാണ്, ട്രഷററാണ്. അവിടെയുള്ള ആളുകളുടെ പണമൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ, അദ്ദേഹം വിശ്വസ്തനായ മനുഷ്യനായതുകൊണ്ട് പണമൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു. അദ്ദേഹം അതെല്ലാം ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ആളാണ്. ഈ പണമൊക്കെ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി, പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് മാത്രമല്ല, സ്വർണം, മറ്റു പലതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്
ഈ കിനാനയെ ടോർച്ചർ ചെയ്യുകയാണ് വളരെ ഇതായിട്ട്. അദ്ദേഹത്തിനെ മലത്തി കിടത്തിയിട്ട് കുറെ ഉപദ്രവിക്കുന്നൊക്കെ ഉണ്ട്. നെഞ്ചത്ത് വാളുകൊണ്ട് കീറുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആകെ മുറിവാണ്. മുഹമ്മദ് പറയും കത്തിക്കാൻ പറയും, ചുള്ളിക്കമ്പ് കൂട്ടിയിട്ട് കത്തിക്കാൻ പറയും. ഈ ചുള്ളിക്കമ്പ് കൂട്ടിയിട്ട് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ കനൽ അങ്ങനെ തന്നെ കോരി കിനാനയുടെ നെഞ്ചത്ത് ഇടുന്നുണ്ട്. നെഞ്ചത്തിട്ടിട്ട് ബാക്കി അതിന്റെ മുകളിൽ ഇനി ചുള്ളിക്കമ്പ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഊതി ആ നെഞ്ചത്ത് വെച്ചിട്ടാണ് ബാക്കി കത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ടോർച്ചർ ചെയ്തിട്ടാണ് അയാളെ കൊല്ലുന്നത്. അപ്പൊ അങ്ങനെ ആ കൊന്നു കഴിഞ്ഞതിന് ശേഷം സഫിയനെ മുഹമ്മദിന്റെ കയ്യിലേക്ക് മുഹമ്മദ് എടുക്കുകയാണ്. 7 അടിമ പെൺകുട്ടികളെ കൊടുത്ത് ദിയത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. എന്നിട്ട് തിരിച്ച് മദീനയിലേക്ക് പോകുന്ന വഴി ആ രാത്രിയിൽ തന്നെ പോകുന്ന വഴി ഉള്ള ആ രാത്രിയിൽ മുഹമ്മദ് സഫിയയോടൊത്ത് കിടക്ക പങ്കിടുകയാണ്. സഫിയയെ ശരിക്കും പറഞ്ഞാൽ റേപ്പാണ്. നമുക്കറിയാം, ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് റേപ്പാണ്. ആ സ്ത്രീ നല്ലൊരു സ്ത്രീ ആണെങ്കിൽ ഒരിക്കലും മനസ്സോടുകൂടെ കിടന്നു കൊടുക്കില്ല എന്ന് നമുക്കറിയാം. അപ്പൊ മുഹമ്മദ് റേപ്പ് ചെയ്യാണ്. ഈ സംഗതി ഇത് സൂറ 2-ന്റെ 234, 235 ആയത്തുകളെ പരിഹസിക്കുകയാണ്. കാരണം യുദ്ധയുടെ കാലം 4 മാസവും 10 ദിവസവുമാണെന്ന് ഖുർആനിൽ വ്യക്തമായ കൽപ്പന കൊടുത്തിരിക്കെ ആ കൽപ്പന പറഞ്ഞ ആൾ മുഹമ്മദ് തന്നെയാണ്. ജനങ്ങളോട്, മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് തന്നെയാണ്. ആ ആയത്തുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെയാണ് മുഹമ്മദ് സഫിയയുടെ കാര്യത്തിൽ പ്രവർത്തിച്ചത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഒരു മാറ്റം, ഇതുപോലെയുള്ള മാറ്റം ഓരോ നോക്കിയാലും ഇങ്ങനെയാണ്. ശരി, സമകാലീനരായ ജനങ്ങൾ മുഹമ്മദിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരുന്നത്? അവിടെ ഉണ്ടായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ ഭ്രാന്തൻ എന്നാണ് നാട്ടുകാർ മുഹമ്മദിനെ വിളിച്ചിരുന്നത്. ഭ്രാന്തനാണെന്നുള്ളത്. അങ്ങനെ വിളിച്ചതിന് വല്ല തെളിവും തരാനുണ്ടോ? ഉണ്ട്. സൂറ 15-6 അവർ, അതായത് അവിശ്വാസികൾ, അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികളായിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് മതക്കാരൊക്കെ ആയിരിക്കുന്ന ആളുകൾ, അവിശ്വാസികൾ പറഞ്ഞു, ഹേ ഉത്ബോധനം അവതരിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യ, തീർച്ചയായും നീ ഒരു ഭ്രാന്തൻ തന്നെ. നാട്ടുകാരെ വിളിച്ചതാണ് മുഹമ്മദിനെ നീ ഭ്രാന്തനാണെന്നുള്ളത്. അപ്പൊ മുഹമ്മദിനെ ഭ്രാന്ത് ബാധിച്ചതായി എന്തെങ്കിലും തെളിവുകളുണ്ടോ? നാട്ടുകാരെ വിളിച്ചതുകൊണ്ട് ഭ്രാന്തനാവണമെന്നൊന്നുമില്ല, നാട്ടുകാർക്ക് എന്തും വിളിക്കാം. അപ്പൊ അങ്ങനെ ആ വിളിയിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഉണ്ട്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. മുഹമ്മദ് പറഞ്ഞ ചില കാര്യങ്ങൾ ഹദീസുകളിലൊക്കെ ഉള്ളത്. സുബോധമുള്ള മനുഷ്യർ ആരെങ്കിലും ഇങ്ങനെ പറയുമോ എന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്കുക. മുസ്ലിങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അബൂ ഹുറൈറ നിവേദനം, നബി പറഞ്ഞു, ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരു വിഭാഗം കൈവിട്ടു പോയിട്ടുണ്ട്. അവർ എന്തു ചെയ്തു എന്നറിയില്ല. അവരെ എലികളായിട്ടല്ലാതെ ഞാൻ കാണുന്നില്ല. നിങ്ങൾ കാണുന്നില്ലേ? അവയ്ക്ക് ഒട്ടകത്തിന്റെ പാല് വെച്ച് കൊടുത്താൽ അവ അത് കുടിക്കുകയില്ല. ആടിന്റെ പാല് വെച്ച് കൊടുത്താൽ അവ കുടിക്കുകയും ചെയ്യും. അബൂ ഹുറൈറ പറയുകയാണ്, ഞാൻ ഈ ഹദീസ് കാബിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, താങ്കൾ ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്നും കേട്ടിരുന്നുവോ? ഞാൻ പറഞ്ഞു, അതെ, അദ്ദേഹം ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അതായത് അബൂ ഹുറൈറ പറയാണ്, അല്ലാതെ ഞാൻ തൗറാത്ത് പാരായണം ചെയ്യുമോ എന്ന് വെച്ചാൽ ഞാൻ തൗറാത്ത് വായിച്ചിട്ടൊന്നല്ല ഇത് മനസ്സിലാക്കിയത്, നബി പറഞ്ഞിട്ടാണ്. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 53 ഹദീസ് നമ്പർ 61. അപ്പൊ മുഹമ്മദ് പറഞ്ഞാണ്, ഈ ഇസ്രായേലികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളെ കാണാതായി, നഷ്ടപ്പെട്ടു പോയി. അവര് എലികളായി തീർന്നു. അവരൊക്കെ എലികളായിട്ട് അവിടെ മദീനയിലും മറ്റുമൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതിന്റെ കാരണം എന്താണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയോ? എലികൾക്ക് ഒട്ടകത്തിന്റെ പാല് കൊടുത്താൽ അവരത് കുടിക്കുകയില്ല. എന്നാൽ ആട്ടിൻപാല് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ എലി വന്ന് കുടിച്ചിട്ട് പോകുന്നുണ്ട്. ഇതുകൊണ്ട് ഇത് ഇസ്രായേലിലാണ്. കാരണം ഇസ്രായേലികളെ സംബന്ധിച്ച് നമുക്കറിയാം, ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൽ ഭക്ഷണ നിയമം കൊടുക്കുന്നുണ്ട്. ശുദ്ധീകരണ നിയമത്തിൽ ഭക്ഷണം, ശുദ്ധിയുള്ള ഭക്ഷണം, അശുദ്ധിയുള്ള ഭക്ഷണം എന്ന് പറഞ്ഞ്. അപ്പൊ അതിൻ്റെ അകത്ത് ഒട്ടകം അശുദ്ധിയുള്ള മൃഗമായിട്ടാണ് യഹൂദന്മാരെ സംബന്ധിച്ചുള്ളത്. ഒട്ടകത്തെ തിന്നാൻ പാടില്ല. മനസ്സിലായോ? പന്നിയെ പോലെ തന്നെ അവർക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്ന മൃഗമാണ് ഒട്ടകം. അതുകൊണ്ട് അവർ ഒട്ടകത്തിന്റെ മാംസം തിന്നുകയില്ല, ഒട്ടകത്തിന്റെ പാല് കുടിക്കുകയുമില്ല. എന്നാൽ ആട് അങ്ങനെയല്ല. ആട് ശുദ്ധിയുള്ള മൃഗമാണ്. ആടിന്റെ ഇറച്ചി തിന്നും, ആടിന്റെ പാല് കുടിക്കുകയും ചെയ്യും. അപ്പൊ ഇതുകൊണ്ട് യഹൂദന്മാരെ പോലെ തന്നെ ഈ എലികളും എന്ത് ചെയ്യുന്നു? ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നില്ല, ആടിന്റെ പാല് കുടിക്കുന്നു. അതുകൊണ്ട് മുഹമ്മദ് പറയാണ്, ഇതൊക്കെ ഇസ്രായേലികൾ എലികളായി തീർന്നതാണ്. സുബോധമുള്ള മനുഷ്യൻ പറയുന്ന കാര്യമാണോ ഇത് മുസ്ലിങ്ങളെ? ഇനി ഇത് ഈ മുസ്ലിമിൽ മാത്രമുള്ള ഹദീസല്ല, സഹീഹ് ബുഖാരിയിലും ഉണ്ട്. ഇത് ബുഖാരിയിൽ നിന്നുള്ള ഹദീസ്. സഹീഹ് ബുഖാരി അധ്യായം 59 ഹദീസ് നമ്പർ 1357 CN അഹമ്മദ് മൗലയുടെ തർജ്ജമ. അതിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. ഞാൻ വായിക്കാം. അബൂ ഹുറൈറ പറയുന്നു, ഒരിക്കൽ തിരുമേനി അരുളി, ഇസ്രായേൽ വംശത്തിലെ ഒരു വിഭാഗം ആളുകളെ ഒരിക്കൽ കാണാതായി. അവർക്കെന്തു പറ്റിയെന്ന് യാതൊരു അറിവുമില്ല. ഇക്കാണുന്ന എലികൾ അവർ രൂപം മാറിയത് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. ആ എലികളുടെ മുമ്പിൽ ഒട്ടകത്തിന്റെ പാൽ വെച്ചു കൊടുത്താൽ അവ കുടിക്കുകയില്ല.
ആട്ടിൻപാൽ വെച്ചു കൊടുത്താലോ കുടിക്കും. ഈ ഹദീസ് കാബിന് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ കാബ് ചോദിച്ചു, തിരുമേനി ഇങ്ങനെ അരുളുന്നത് നിങ്ങൾ നേരിൽ കേട്ടിട്ടുണ്ടോ? കാരണം കാബിന് പോലും അത് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ഭ്രാന്തല്ലേ ഈ പറയുന്നത്, വിവരക്കേടല്ലേ, മണ്ടത്തരമല്ലേ, അതുകൊണ്ടാണ് കാബ് ചോദിച്ചത്. തിരുമേനി ഇങ്ങനെ അരുളുന്നത് നിങ്ങൾ നേരിൽ കേട്ടിട്ടുണ്ടോ? അതെ, ഞാൻ ഉത്തരം പറഞ്ഞു. അദ്ദേഹം ചോദ്യം പല പ്രാവശ്യം ആവർത്തിച്ചു. സ്വാഭാവികമാണ്, കാരണം സുബോധമുള്ള ഒരു മനുഷ്യനും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഉറപ്പുവരുത്താൻ വേണ്ടി പലവട്ടം ചോദിക്കുന്നത്. ഒടുവിൽ ഞാൻ പറഞ്ഞു, തിരുമേനിയിൽ നിന്ന് കേട്ടതല്ലെങ്കിൽ പിന്നെ ഇതെനിക്ക് എവിടെ നിന്നാണ് കിട്ടുക? ഞാൻ തൗറാത്ത് വായിക്കാറുണ്ടോ? സഹീഹ് ബുഖാരി അധ്യായം 59 ഹദീസ് നമ്പർ 1357. ഇത് സുബോധമുള്ളൊരു മനുഷ്യൻ പറയുന്നതാണ്. ഇത് ഭ്രാന്തന്മാരുടെ ജൽപ്പനമാണ്, ഭ്രാന്തന്മാരുടെ വന്യമായ ഭാവനയിൽ തോന്നുന്ന കാര്യമാണ്. മനസ്സിലായോ? ഇനി അടുത്തത് സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 39 ഹദീസ് നമ്പർ 141. അബൂ സഈദുൽ ഖുദ്രി നിവേദനം. റസൂൽ പറഞ്ഞു, മദീനയിൽ ഒരു കൂട്ടം ജിന്നുകളുണ്ട്. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ പാമ്പുകളെ വല്ലവരും കണ്ടാൽ 3 ദിവസം അവർക്ക് സാവകാശം നൽകണം. അതിനുശേഷം അവയെ കണ്ടാൽ കൊല്ലണം. അത് പിശാചാകുന്നു. സഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 39 ഹദീസ് നമ്പർ 141. അപ്പൊ ജിന്നുകൾ, മദീനയിൽ ഒരു കൂട്ടം ജിന്നുകളുണ്ട്. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ജിന്ന് പിശാചിന്റെ ഇതിൽപ്പെട്ടതാണ് ജിന്ന് എന്ന് പറയുന്നത്. അത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. എന്ത് പറയുന്നത്? ഈ പാമ്പുകളെ വല്ലവരും കണ്ടാൽ 3 ദിവസം അവർക്ക് സാവകാശം നൽകണം. അപ്പൊ ഈ മദീനയിലെ ഈ ജിന്ന്, ഇസ്ലാം സ്വീകരിച്ച ഈ ജിന്നുകൾ പാമ്പുകളായിട്ടാണ് ഇപ്പൊ അവിടെ നടക്കുന്നത്. മനസ്സിലായേ? പാമ്പായിട്ട് നടക്കണം. അപ്പൊ 3 ദിവസം അതിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചെയ്യരുത്. അതിനുശേഷം കൊല്ലണം. കാരണം അത് ജിന്നാണല്ലോ, അത് പിശാചല്ലേ. ഇസ്ലാം സ്വീകരിച്ചെങ്കിലും അത് പിശാചാണല്ലോ, അതുകൊണ്ട് അതിനെ കൊല്ലണം. മനുഷ്യരെ സംബന്ധിച്ച് ഈ മദ്യപാനികളായിരിക്കുന്ന ആൾക്കാരെ, മദ്യപാനത്തിന് അഡിക്റ്റ് ആയിരിക്കുന്ന ആൾക്കാര്, വഴിയരിയിലൊക്കെ കിടക്കുന്നുണ്ട് ആൾക്കാർ പറയുന്നത് കേൾക്കാം. നാട്ടുകാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവനവിടെ അടിച്ച് പാമ്പായി കിടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനത്തെ പാമ്പല്ല, ഒറിജിനൽ പാമ്പായി എന്നാണ് മുഹമ്മദ് പറഞ്ഞത്. ജിന്നുകള് ഇസ്ലാം മതം സ്വീകരിച്ച് പാമ്പായി തീർന്നു. ഇസ്ലാം മതം സ്വീകരിച്ച ജിന്നുകൾ വരെ പാമ്പായി മാറും, പാമ്പായി തീർന്നു പറഞ്ഞത്. ഇത് സുബോധമുള്ള മനുഷ്യർ പറയുന്ന കാര്യമാണ്. മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കുക. ഇനി തീർന്നില്ല, അടുത്ത ഹദീസ്. അത് പല്ലിയുടെ കാര്യത്തിലാണ്. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 39 ഹദീസ് നമ്പർ 146. sunna.com സ്വഹീഹ് മുസ്ലിമിൽ പോയിട്ട് 2240 ഹദീസ്. അബൂ ഹുറൈറ നിവേദനം. റസൂൽ പറഞ്ഞു, ഒരാൾ ഒറ്റ അടിക്ക് ഒരു പല്ലിയെ കൊന്നാൽ അതിന് ഇത്ര നന്മയുണ്ട്. രണ്ടാമത്തെ അടിക്കാണ് കൊന്നതെങ്കിൽ ഒറ്റ അടിക്ക് കൊന്നതിനേക്കാൾ കുറഞ്ഞ നന്മയും, മൂന്നാമത്തെ അടിക്കാണ് കൊന്നതെങ്കിൽ രണ്ടാമത്തെ അടിക്ക് കൊന്നതിനേക്കാൾ കുറഞ്ഞ നന്മയും ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്ക് ഇനിയുണ്ട് ഇഷ്ടം പോലെ. വീഡിയോയുടെ ദൈർഘ്യം കൂടുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഒഴിവാക്കുകയാണ്, കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാൾക്ക് സുബോധമാണോ ഉള്ളത് അതോ ഭ്രാന്താണോ ഉള്ളതെന്ന് നിങ്ങൾ തന്നെ ഊഹിച്ച് മനസ്സിലാക്കിയാൽ മതി. എന്റെ കേൾവിക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഇതിന് വിടുകയാണ്, തീരുമാനത്തിന് വിടുകയാണ്. മനസ്സിലായോ? നാട്ടുകാർ പറഞ്ഞു മുഹമ്മദിന് ഭ്രാന്തുണ്ടെന്ന്. മുഹമ്മദിന്റെ വർത്തമാനവും പ്രവൃത്തിയും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക, നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇനി നാട്ടുകാര് അദ്ദേഹത്തെ വേറെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഭ്രാന്തനെന്ന് വിളിച്ചിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്താണെന്നറിയോ? മാരണം ബാധിച്ച മനുഷ്യൻ എന്ന് അവർ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. നാട്ടുകാർ വിളിച്ചതാണ് മുഹമ്മദിനെ. അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ട്. സൂറ 25:8 മാരണം ബാധിച്ച ഒരാളെ മാത്രമാകുന്നു നിങ്ങൾ പിൻപറ്റുന്നത്. നാട്ടുകാർ മുസ്ലിങ്ങളോട് പറയാണ്, മുസ്ലിങ്ങളെ മാരണം ബാധിച്ച ഒരാളെ മാത്രമാകുന്നു നിങ്ങൾ പിൻപറ്റുന്നതെന്ന്. നാട്ടുകാരുടെ ഈ ആരോപണം സത്യമാണോ എന്ന് അറിയണ്ടേ? മുഹമ്മദിന് മാരണം ബാധിച്ചതായി അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആരെങ്കിലും, ശത്രുക്കൾ പറഞ്ഞത് പോട്ടെ, ശത്രുക്കൾ പറയുന്നുണ്ട് മാരണം ബാധിച്ചാണെന്ന്, അതല്ലാതെ കൂടെയുള്ള മുസ്ലിങ്ങളായിരിക്കുന്ന അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുഹമ്മദിന് മാരണം ബാധിച്ചിരുന്നതായിട്ട്? ഉണ്ട്. വേറെ ആരുമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. പുറമെയുള്ളവരുടെ കാര്യമൊക്കെ വിട്, ശിഷ്യന്മാരെ, അവരവരെ അനുയായികൾ, മുസ്ലിങ്ങൾ, അവരെയൊക്കെ വിട്, കൂടെ കിടക്കുന്ന ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദിന് മാരണം ബാധിച്ചിരുന്നു. തെളിവ് വല്ലതുണ്ടോ? ഉണ്ട്. ദേ പിടിച്ചോ, ഹദീസ് പിടിച്ചോ. ആയിഷ നിവേദനം. ബനി സുറൈഖിലെ ജൂതന്മാരിൽപ്പെട്ട ലബീദ് ഇബ്നുൽ ആസം എന്ന് പറയപ്പെടുന്ന ഒരു ജൂതൻ നബിക്ക് സിഹർ ചെയ്തു. അവർ, അതായത് ആയിഷ പറയുകയാണ്, അങ്ങനെ നബിക്ക് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായി തോന്നാൻ തുടങ്ങി. അതായത് യഥാർത്ഥത്തിൽ സംഭവം ഇല്ലാത്തത് ഉള്ളതായിട്ട് തോന്നാൻ തുടങ്ങി. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായിട്ട് തോന്നാൻ തുടങ്ങി. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം രാത്രി പ്രാർത്ഥിച്ചു, വീണ്ടും പ്രാർത്ഥിച്ചു. പിന്നീട് പറഞ്ഞു, ആയിഷ, ഞാൻ അള്ളാഹുവിനോട് ചോദിച്ച കാര്യം അള്ളാഹു എനിക്ക് നൽകിയത് നീ അറിഞ്ഞോ?
രണ്ടാളുകൾ എൻ്റെ അരികെ വന്നു. ഒരാൾ എൻ്റെ തലയുടെ അടുത്തും മറ്റേയാൾ എൻ്റെ 2 കാലുകൾക്കരികിലും ഇരുന്നു. തലയുടെ അടുത്തുള്ള ആൾ എൻ്റെ 2 കാലുകളുടെ അടുത്തുള്ള ആളോട് ചോദിച്ചു. കാലുകൾക്ക് അടുത്തുള്ള ആൾ തലക്കരികിലുള്ള ആളോടാണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ടുണ്ട് ഹദീസുകളിൽ. ഈ മനുഷ്യന്റെ രോഗം എന്താണ്? അയാൾ പറഞ്ഞു, ഇയാൾക്ക് സിഹ്ർ ബാധിച്ചിരിക്കുന്നു. ആരാണ് മാരണം ചെയ്തതെന്ന് അദ്ദേഹം ചോദിച്ചു. ലബീദ് ഇബ്നുൽ ആസം ആണെന്ന് മറ്റേയാൾ പറഞ്ഞു. അയാൾ വീണ്ടും ചോദിച്ചു, സിഹ്റിന് എന്താണ് ഉപയോഗിച്ചത്? മറ്റേയാൾ പറഞ്ഞു, ചീർപ്പും മുടിയുമാണ്. അതുപോലെ ഈത്തപ്പനയുടെ ആൺകുലയുടെ പോളയാണെന്നും പറഞ്ഞു. എവിടെയാണ് അതെന്ന് ഒന്നാമത്തെ ആൾ ചോദിച്ചു. അത് ദി അർവാൻ കിണച്ചിലാണെന്ന് പറഞ്ഞു. അങ്ങനെ നബി തന്റെ സ്വഹാബിമാരിൽ ഒരു കൂട്ടം ആളുകളോടൊപ്പം അവിടെ ചെന്നു. പിന്നീട് നബി ആയിഷയോട് പറഞ്ഞു, ആയിഷ, അതിലെ വെള്ളം മൈലാഞ്ചി ചീഞ്ഞൊലിക്കുന്ന വെള്ളം പോലെയും അവിടുത്തെ ഈത്തപ്പന ശൈത്വാന്മാരുടെ തല പോലെയും ഉണ്ട്. ആയിഷ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് അത് കത്തിച്ചു കളഞ്ഞില്ലേ? പ്രവാചകൻ പറഞ്ഞു, ഇല്ല, എനിക്ക് അള്ളാഹു സുഖപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളിൽ എന്തെങ്കിലും നാശമുണ്ടാകുന്നതിനെ ഞാൻ വെറുക്കുന്നു. പിന്നീട് ആ കിണർ മൂടാൻ ഞാൻ കൽപ്പിച്ചു. അങ്ങനെ അത് മൂടപ്പെട്ടു. സഹീ മുസ്ലിം വാല്യം 3 ഭാഗം 39 ഹദീസ് നമ്പർ 43. sunna.com 2189 ഹദീസ്. അപ്പോ ഈ ഹദീസിൽ നമ്മൾ കണ്ടല്ലോ, ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ട് തോന്നാൻ തുടങ്ങി. അതാണ് ഒറ്റ രാത്രി കൊണ്ട് തന്നെ എല്ലാ ഭാര്യമാരുടെ അടുത്തും പോകുന്നു, 30 പേരുടെ ശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. പോയിട്ടൊന്നുമില്ല, മുഹമ്മദിന് തോന്നിയതാണ്. വയസ്സാം കാലത്ത് അതിനുള്ള ശേഷിയൊക്കെ ഉണ്ടോ? ഇല്ല, ചുമ്മാ അടിച്ചു വിട്ടതാണ്. ഇല്ലാത്ത കാര്യം, മരണം ബാധിച്ചപ്പോൾ ഉണ്ടായ തോന്നലാണ്. അതുപോലെയൊക്കെയുള്ള പല തോന്നലുകളിൽ ഒന്ന് മാത്രമാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്. നടക്കാത്ത കാര്യം നടന്നു എന്നും നടന്ന കാര്യം നടക്കാത്തതെന്നൊക്കെ തോന്നുന്നത് ഭ്രാന്ത് വരുമ്പോഴാണല്ലോ. ഈ മരണം ബാധിച്ചപ്പോൾ അത് കൂടി. മനസ്സിലായോ? അപ്പൊ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടില്ല എന്ന മുഹമ്മദിന്റെ പ്രസ്താവനയും അതുപോലെയുള്ള അദ്ദേഹത്തിന്റെ മറ്റ് പ്രസ്താവനകളും കേട്ടപ്പോൾ സമകാലീനരായ ജനത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? ജനങ്ങള് എന്തെങ്കിലും പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ? ഉണ്ട്, നാട്ടുകാർ പറഞ്ഞ കാര്യം ഖുർആനിലുണ്ട്, വായിക്കാം. സൂറ 21:5. പാഴ്ക്കിനാവുകൾ കണ്ട വിവരമാണ് മുഹമ്മദ് പറയുന്നത്, അല്ല അതവൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. അപ്പൊ നാട്ടുകാർ പറയാണ്, പാഴ്ക്കിനാവുകൾ കണ്ട വിവരമാണ് മുഹമ്മദ് പറയുന്നത്. അങ്ങനെ ഒരു കൂട്ടാളുകൾ. അപ്പൊ വേറെ ആൾക്കാർ പറയണ, അല്ലല്ല, അതവൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്, സ്വയമായി ആലോചിച്ചുണ്ടാക്കിയത്. ഈ നബീതൊക്കെ അടിച്ച് കിറങ്ങിയിരിക്കല്ലേ, അപ്പൊ അന്നേരം തോന്നിയതായിരിക്കും എന്നുള്ളതാണ് അടുത്തത് നാട്ടുകാർ പറഞ്ഞത്. സൂറ 25:4. ഖുർആൻ അവൻ കെട്ടിച്ചമച്ച നുണ മാത്രമാകുന്നു, വേറെ ചില ആളുകൾ അവനെ അതിന് സഹായിച്ചിട്ടുമുണ്ട്. ഈ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം അത് മുകളിൽ നിന്ന് എന്തെങ്കിലും വഹി കിട്ടിയിട്ട് വരുന്നതൊന്നുമല്ല, അവൻ കെട്ടിച്ചമച്ച നുണയാണ്. വേറെ ആൾക്കാരുടെ ഹെൽപ്പ് അതിന് കിട്ടിയിട്ടുമുണ്ട്. അത് ഹദീസുകൾ നമ്മൾ കാണുന്നുണ്ട്. യഹൂദന്മാരുടെ കിതാബൊക്കെ വായിച്ചു നോക്കാൻ മുഹമ്മദ് പറയുന്നതും ആ കിതാബിൽ നിന്നുള്ള കാര്യങ്ങൾ അനുസരിച്ച്. യഹൂദന്മാരുടെ കിതാബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് തോറയാണ്, ബൈബിളാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അത് അപൂർവ വസ്തുവാണ്. അക്കാലത്ത് അച്ചടിയൊന്നും ഇല്ലാത്തിരുന്ന സമയമാണ്. എന്നാൽ തൽമൂദും മറ്റു പല കാര്യങ്ങൾ, അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെയാണ്. തൽമൂദും മിദ്രാസും മിഷ്നയും പോലെയുള്ള ഗ്രന്ഥങ്ങൾ, അതൊക്കെ വായിച്ചിട്ടാണ് അതിന് കിട്ടുന്ന ആശയം മുഹമ്മദ് അടിച്ചു വിട്ടിരിക്കുന്നത്. അത് നമ്മൾ ഖുറാനിൽ പരിശോധിച്ചാൽ കാണാം. തൽമൂദിൽ എഴുതിയ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഖുറാനകത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ പറയാണ് ഇത് വേറെ ചില ആളുകൾ അവനതിനെ സഹായിച്ചിട്ടുണ്ട്. സൂറ 25:5. ഇത് പൂർവികന്മാരുടെ കെട്ടുകഥകൾ മാത്രമാണ്. ഇവൻ അത് എഴുതി വെച്ചിരിക്കുന്നു, എന്നിട്ട് അത് രാവിലെയും വൈകുന്നേരവും അവന് വായിച്ച് കേൾപ്പിക്കപ്പെടുന്നു. അപ്പോ നാട്ടുകാർ പറയുന്ന വേറൊരു കാര്യമാണ് 25:5 പറയുന്നത്, ഇത് പൂർവികന്മാരുടെ കെട്ടുകഥകളാണ്. ഈ പൂർവികന്മാരുടെ കെട്ടുകഥകൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ കാലശേഷം അടുത്ത നൂറ്റാണ്ടിൽ, അതായത് 2-ാം നൂറ്റാണ്ടിനും 5-ാം നൂറ്റാണ്ടിനും ഇടയിൽ, മുഹമ്മദ് ജനിക്കുന്ന 6-ാം നൂറ്റാണ്ടിലാണ്, ഇസ്ലാം മതം ഉണ്ടാകുന്നത് 7-ാം നൂറ്റാണ്ടിലാണ്. അതിനിടയിലുള്ള കാലത്ത്, അതായത് 2-ാം നൂറ്റാണ്ടിനും 5-ാം നൂറ്റാണ്ടിനും ഇടയിലായിട്ട് ധാരാളം കൾട്ടുകൾ, പാഷാണ്ഡ ക്രിസ്ത്യാനികൾ ഉണ്ടായിട്ടുണ്ട്. ഈ പാഷാണ്ഡ ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിന്റെയൊക്കെ പേരിൽ ഓരോരോ കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടേതായ ഒരു യേശുവിനെ അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന അവരുടെ ഉപദേശങ്ങൾ പറയുന്ന യേശു. അപ്പോസ്തലന്മാരും എഴുതിയതോ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതായ കാര്യങ്ങളല്ല. ഇത് അപ്പോസ്തലന്മാരുടെയൊക്കെ പേരിൽ പിൽക്കാലത്ത് 2-ാം നൂറ്റാണ്ടിനും 5-ാം നൂറ്റാണ്ടിനും ഇടയിൽ എഴുതിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള കഥകളൊക്കെയാണ്. അപ്പൊ ഈ കഥകളൊക്കെയാണ്, ഈസാ നബിയെ കുറിച്ച് ഇത്തരം കഥകളാണ് മുഹമ്മദ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നാട്ടുകാർ പറയാണ് ഇത് പൂർവികന്മാരുടെ കെട്ടുകഥകളാണ്. മനസ്സിലായോ? ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്നിട്ട് രാവിലെയും വൈകുന്നേരവും അവന് വായിച്ച് കേൾപ്പിക്കപ്പെടുന്നു. വായിച്ച് കേട്ട് കഴിയുമ്പോൾ മുഹമ്മദ് പറയും എനിക്ക് ഇതാ വഹി ഇറങ്ങിയിരിക്കുന്നു. പിന്നെ അടി തട്ടി വിടുകയാണ്. ഇതാണ് നാട്ടുകാർ പറഞ്ഞത്. അടുത്തത് സൂറ 68:15. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവന് വായിച്ച് കേൾപ്പിക്കപ്പെട്ടാൽ അവൻ പറയും പൂർവികന്മാരുടെ പുരാണ കഥകൾ എന്ന്. അതായത് അമുസ്ലിം ആയിരിക്കുന്ന അവിടെയുള്ള ആൾക്കാരോട് അവരുടെ മുമ്പാകെ ഇത് വായിച്ചു കേട്ടാൽ, അതല്ലെങ്കിൽ ആയത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവന്റെ മുമ്പാകെ അതൊക്കെ ചൊല്ലി കേൾപ്പിച്ചാൽ അവൻ പറയുന്നത് ഇതൊക്കെ പൂർവികന്മാരുടെ പുരാണ കഥകളല്ലേ, കെട്ടുകഥകളല്ലേ, ഇതൊക്കെ ഞങ്ങൾ കുറെ കേട്ടിട്ടുള്ളതല്ലേ
എന്ന് അവർ നാട്ടുകാർ പറയുമെന്ന് ഖുർആനിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ഇനി സൂറ 83:13 അവന് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ അവൻ പറയും പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണെന്ന്. അതായത് ഖുർആനിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു ദൃഷ്ടാന്തം എന്നും പറഞ്ഞ് ഒരു കുന്തോ ഇല്ല ദൃഷ്ടാന്തം, ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് പറയാൻ ആർക്കാ പറ്റാത്തത്? അതിനകത്തുള്ള ദൃഷ്ടാന്തം എന്താണെന്നല്ലേ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒട്ടകത്തെ കാണുന്നില്ലേ, നോക്കൂ, ഒട്ടകത്തെ നോക്കൂ, ചിന്തിക്കുന്നവൻ ഒട്ടകത്തിൽ ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾ സൂര്യനെ കാണുന്നില്ലേ, നോക്കൂ, ചിന്തിക്കുന്നവന് സൂര്യനിൽ ദൃഷ്ടാന്തമുണ്ട്. ഇങ്ങനെ പറയാൻ ആർക്കാ പറ്റാത്ത? എന്തും പറയാലോ ആർക്കും. നിങ്ങൾ ലാപ്ടോപ്പ് നോക്കൂ, ചിന്തിക്കുന്നവൻ അതിൽ ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾ മൊബൈൽ ഫോൺ നോക്കൂ, ചിന്തിക്കുന്നവന് എന്ത് കാര്യം വെച്ചിട്ട് ആർക്കും പറയാം, അതിൽ വലിയ ഇതൊന്നുമില്ല. പക്ഷെ അതിനകത്തുള്ള ദൃഷ്ടാന്തം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അതിൽ നിന്ന് നമുക്കൊരു ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറയാം. അല്ലാതെ ഏതെങ്കിലും സാധനത്തിനെയൊക്കെ നോക്കിയിട്ട് ചിന്തിക്കുന്നതിന് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നവൻ ഓരോന്ന് അവന്റേതായ ഭാവനയിൽ ചിന്തിച്ചു കൂട്ടിയെടുക്കും. മനസ്സിലായി? അതാണ് ഇവന്മാരുടെ പണ്ഡിതന്മാരൊക്കെ ചെയ്യുന്നത്, അവരുടെ ഭാവനയിൽ ചിന്തിച്ചു കൂട്ടിയെടുക്കുന്നത്. അപ്പൊ ഏതായാലും ഇവിടെ പറയുന്നത് 83:13 പറയുന്ന കാര്യം ഇതാണ്. ഈ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ നാട്ടുകാരൻ പറയുന്ന കാര്യം എന്താ? പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണ്. അപ്പൊ ഈ പൂർവികന്മാരുടെ കെട്ടുകഥകൾ എന്ന് ജനങ്ങൾ പറയണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അവർക്ക് പരിചിതമായിരിക്കണ്ടേ? വേണ്ടേ? തീർച്ചയായും അവർക്ക് പരിചയമായ കാര്യമാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖുർആനിൽ ഈസയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മുൻപേ ആ പ്രദേശങ്ങളിൽ പ്രചാരത്തിലിരുന്ന കഥകളാണ്. പുതിയതായ ഒന്നും തന്നെ ഖുർആന്റെ അകത്തില്ല. ഈസയെ സംബന്ധിച്ച് ഒന്നുമില്ല. എല്ലാ കാര്യവും, ഈസയുടെ ജനനത്തിന്റെ കാര്യമായാലും ശരി, ഈന്തപ്പനമരം പിടിച്ചു കുലുക്കുന്ന കാര്യമായാലും, പ്രസവിക്കാൻ പോകുന്ന പെണ്ണ് പോയി ഈന്തപ്പനമരം പിടിച്ചു കുലുക്കേ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നെ മറ്റോമാര് ഈ 2-ാം നൂറ്റാണ്ടിനും 5-ാം നൂറ്റാണ്ടിനിടയിൽ അപ്പോക്രിഫ ഗോസ്പൽസ് എഴുതിയ ആൾക്കാർക്ക് ഇത്രയും കൂടി ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന മേരി പോയിട്ട് പിടിച്ചു കുലുക്കിയെന്നല്ല എഴുതിയിരിക്കുന്നത്, ജോസഫ് കുലുക്കിയെന്ന. കാരണം കുഞ്ഞ് ജനിച്ചതിന് ശേഷമല്ല ഇവര് ഈജിപ്തിലേക്ക് പോകുന്നത്, അതിന് മുമ്പേ തന്നെ പോകുന്നതായിട്ടാണ് അതിനകത്ത് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം മരുഭൂമിയിലൂടെ ഗർഭിണിയായിരിക്കുന്ന ഭാര്യയും കൊണ്ട് പോകുന്ന സമയത്ത് ഈ മേരിക്ക് ഭയങ്കരമായിട്ട് വിശപ്പും ദാഹമൊക്കെ വരും. അപ്പൊ യോസഫിനോട് പറയും, എനിക്കിന് ഒരടി നടക്കാൻ വയ്യ, എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. അപ്പൊ യോസഫ് പോയിട്ട് ഈന്തപ്പന മരം പിടിച്ച് കുലുക്കും. അപ്പൊ അതിൽ നിന്ന് ഈന്തപ്പഴമൊക്കെ പൊഴിഞ്ഞു വീഴും. അതിന്റെ ആ ഈന്തപ്പന മരത്തിന്റെ താഴെ കൂടെ അരുവിയും ഒഴുകുന്നുണ്ട്, അതിൽ നിന്ന് വെള്ളം കുടിക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അവന്മാരുടെ പുസ്തകത്തിലുള്ളത്. ഇതിലേക്ക് വന്നപ്പോൾ ഇത്തിരി ഒന്ന് ഭേദഗതി വരുത്തി ഈ പെണ്ണ് തന്നെ പോയിട്ട്, മറിയം തന്നെ പോയിട്ട് പിടിച്ചു കുലിക്കുകയാണ്. പ്രസവവേദന എടുക്കുന്ന പെണ്ണ് പോയിട്ട് ഈന്തപ്പന മരം പിടിച്ചു കുലിക്കുന്നൊക്കെയാണ് അതിനകത്തുള്ളത്. അതുപോലെ തന്നെ തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച കാര്യമായാലും അതല്ല, ശൈശവപ്രായത്തിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കളിക്കുമ്പോൾ ഈ കളിമണ്ണ് കൊണ്ട് പക്ഷികൾ ഉണ്ടാക്കി അവയ്ക്ക് ജീവൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പോക്രിഫ ഗോസ്പൽസിൽ നിന്ന് കിട്ടും. മനസ്സിലായോ? പുതുതായ ഒന്നുമില്ല, ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്നത്. അതുകൊണ്ടാണ് നാട്ടുകാർ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇതാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. ചരിത്രരേഖകളുടെ യാതൊരു പിൻബലവുമില്ല. മനസ്സിലായ? ഒരാളുടെ ഭാവനയിൽ തോന്നിയ കാര്യം, ഒരു തെളിവുമില്ല. അയാളുടെ അടുത്ത് ആരോ ഒന്ന് പറഞ്ഞെന്നും പറഞ്ഞ് അയാൾ പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിലവിൽ അവിടെ മുമ്പേ ഉള്ള ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കഥകളും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് മുസ്ലിങ്ങളുടെ അവസ്ഥ. ഇനി തീർന്നില്ല, മുസ്ലിങ്ങളെ നിങ്ങളുടെ അവസ്ഥ അതും കൂടി നോക്കണം. മുഹമ്മദിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ അവസ്ഥ. മുഹമ്മദിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, മുഹമ്മദ് പ്രവാചകനാണ്, മറ്റേതാണ്, മറിച്ചാണ് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അതിന്റെ ചരിത്രപരത കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണം, മുഹമ്മദിന്റെ ചരിത്രപരത. എന്നിട്ട് കേൾവിക്കാർ വിധിക്കട്ടെ ആരാണ് സത്യസന്ധമായ ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ പറ്റുന്ന സത്യമായ കാര്യത്തിൽ വിശ്വസിക്കുന്നതെന്നും ആരാണ് കള്ളത്തരത്തിൽ വിശ്വസിച്ച് ഇപ്പോഴും മതത്തിൽ തുടരുന്നതെന്നും കേൾവിക്കാർ വിധിക്കട്ടെ. മുഹമ്മദിന്റെ ചരിത്രപരത നമുക്ക് നോക്കാം. മുഹമ്മദ് ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണ്? AD 6ഉം 7ഉം നൂറ്റാണ്ടുകളാണ്. AD 570 ജനിച്ചു എന്ന് പറയപ്പെടുന്നു, 633 മരിച്ചു എന്നും പറയപ്പെടുന്നു. അങ്ങനെയാണുള്ളത്. ഓക്കെ, ആ കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും അമുസ്ലിം ചരിത്രകാരന്മാരുടെ കൃതികളിൽ മുഹമ്മദിനെ കുറിച്ച് വല്ല പരാമർശവും ഉണ്ടോ? യാതൊന്നുമില്ല. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലുള്ള റോമാക്കാരുടെയൊക്കെ കൃതികളിൽ നമുക്ക് കാണുന്നുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശം. അതുപോലെ അന്നത്തെ അമുസ്ലിങ്ങളായിരിക്കുന്ന ആരെങ്കിലും അവരുടെ ഏതെങ്കിലും പുസ്തകത്തിനകത്ത് മുഹമ്മദിനെ കുറിച്ച് വല്ല പരാമർശം ഉണ്ടോ നോക്കിയാൽ ഇല്ല. ചരിത്ര തെളിവുകളാണ് പരിശോധിക്കുന്നത്. ഓക്കെ, പുറമേ ഉള്ളതില്ല. ഇനി അകത്ത് നോക്കാം, മുസ്ലിങ്ങളുടെ നോക്കാം. മുഹമ്മദിന്റെ കൂടെ നടന്ന അനുചരന്മാർ ആരെങ്കിലും മുഹമ്മദിനെ കുറിച്ച് വല്ലതും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? സ്വഹാബിമാരായിട്ട് കൂടെ നടന്ന ആളുകൾ അവരാരെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? ഇപ്പൊ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്നവര് സുവിശേഷങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഇല്ല, അങ്ങനെ ഒന്നുമില്ല. മുഹമ്മദിന്റെ കൂടെ നടന്ന ഒരാളും മുഹമ്മദിനെ കുറിച്ച് എഴുതി വെച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അവർ തങ്ങളുടെ നേതാവിനെ കുറിച്ച് ഒന്നും രേഖപ്പെടുത്തി വെക്കാതിരുന്നത്? ഉത്തരം, മുഹമ്മദ് അങ്ങനെ കൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ്.
മുഹമ്മദിന്റെ കൽപ്പനയാലാണ് അവരതൊന്നും രേഖപ്പെടുത്തി വെക്കാതിരിക്കുന്നത്. മുഹമ്മദ് അങ്ങനെ കൽപ്പിച്ചിരുന്നു എന്നുള്ളതിന് തെളിവ് വല്ലതും ഹാജരാക്കാനുണ്ടോ? ഉണ്ട്, ഹദീസ് ഉണ്ട്, ഞാൻ വായിക്കാം. അബൂ സയ്യിദുൽ ഖുദ്രി നിവേദനം, നബി പറഞ്ഞു, നിങ്ങൾ എന്നിൽ നിന്നും എഴുതരുത്. ആരെങ്കിലും എന്നിൽ നിന്ന് ഖുർആൻ അല്ലാത്തത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവനത് മായ്ച്ചു കളയട്ടെ. നിങ്ങൾ എന്നിൽ നിന്നും ഹദീസ് പറയുക, അതിൽ തെറ്റില്ല. ആരെങ്കിലും എന്റെ മേൽ കളവ് പറഞ്ഞാൽ, ഹമ്മാം പറയുന്നു, മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ എന്ന് പറഞ്ഞെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിടയിലുള്ള ഒരു റിപ്പോർട്ടറാണ്, റിപ്പോർട്ടർ കൂട്ടിച്ചേർത്താണിത്. അവൻ നരകത്തിൽ തന്റെ ഇരിപ്പിടം ഒരുക്കിക്കൊള്ളട്ടെ. അതായത് മുഹമ്മദിനെ കുറിച്ച് ആരെങ്കിലും കളവ് പറഞ്ഞാൽ അവൻ നരകത്തിലേക്കാണ് പോവുക എന്നാണ് മുഹമ്മദ് പറഞ്ഞത്. ഇനി മുഹമ്മദിന്റെ അനുയായികളുടെ കാര്യം വിട്, സ്വഹാബിമാരുടെ കാര്യം വിട്. ഈ സ്വഹാബിമാർക്ക് ശേഷം തൊട്ടടുത്ത തലമുറയിൽ അനുയായികളുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരോ അടങ്ങുന്ന തലമുറയുണ്ടല്ലോ, തൊട്ടടുത്ത തലമുറ, അവരാരെങ്കിലും മുഹമ്മദിനെ കുറിച്ച് വല്ലതും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? തൊട്ടടുത്ത തലമുറയിൽ ഇല്ല, ഒരാളും രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി അതിന്റെ അടുത്ത തലമുറയിലുള്ളവർ, മൂന്നാം തലമുറയിലുള്ളവർ ആരെങ്കിലും മുഹമ്മദിനെ കുറിച്ച് വല്ലതും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? പുറമെയുള്ളവരുടെ കാര്യമല്ല, മുസ്ലിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ കോപ്പി ഇന്നില്ല, തനതായ രൂപത്തിൽ ലഭ്യമല്ല. എന്ന് മാത്രമല്ല, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുസ്ലിങ്ങൾ ഒട്ട് അംഗീകരിക്കുന്നുമില്ല. മനസ്സിലായോ? അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ അത് അംഗീകരിക്കാത്തത്? ഉത്തരം സിമ്പിളാണ്. അതിൽ മുഹമ്മദിന് അപകീർത്തികരമായ ധാരാളം സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. അതൊക്കെ മുഹമ്മദിന്റെ ശത്രുക്കളിൽ നിന്ന് കിട്ടിയ കഥകളാണ്, ജൂതന്മാരുടെ കൈകടത്തലാണെന്നാണ് മുസ്ലിങ്ങളുടെ ആരോപണം. ഈ ആരോപണത്തിന് വല്ല തെളിവും ഉണ്ടോ? ഒരു തെളിവുമില്ല, ചുമ്മാ ആരോപണം മാത്രമാണ്. ശരി, ഇങ്ങനെയുള്ള ഈ ഗ്രന്ഥം രചിച്ച ആളുടെ പേരെന്താണ്? ഇബ്നു ഇസാഖ്. ഇബ്നു ഇസാഖിന്റെ സീറ റസൂലുള്ളാഹിയെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇബ്നു ഇസാഖിന് അറബി അറിയാമായിരുന്നോ? അറിയാം. എന്ന് മാത്രമല്ല, അറബി അദ്ദേഹത്തിന്റെ മാതൃഭാഷയും കൂടിയായിരുന്നു, മാതൃഭാഷയാണ്. ഇബ്നു ഇസാഖിന്റെ ജന്മദേശം എവിടെയാണ്? മുഹമ്മദ് സ്ഥാപിച്ച ഇസ്ലാമിക ഭരണകൂടത്തിന്റെ തലസ്ഥാനമായിരുന്ന മദീനയിലാണ് അദ്ദേഹം ജനിച്ചത്. ശരി, ഈ ഗ്രന്ഥം രചിച്ചതിന് ശേഷം അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ മുസ്ലിങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? കാരണം മുഹമ്മദിനെ കുറിച്ച് അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് മറ്റവന്മാരുടെ കൈകടത്തലാണ്. ഈ യഹൂദന്മാരുണ്ടാക്കിയ കള്ളക്കഥകളൊക്കെയാണ് ഇബ്നു ഇസാഖ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്നാണ് ഇന്നത്തെ അക്ബർ അടക്കമുള്ളവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അന്നത്തെ കാലത്തേക്ക് പോയി നോക്കിയാൽ ഇങ്ങനെ ഒരു കൃതി എഴുതിയതിനു ശേഷം നമുക്കറിയാം, ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ കയ്യും കാലും വെട്ടി കളഞ്ഞ ആൾക്കാരാണ് ഇവിടെയുള്ളത്, മുസ്ലിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇത്രയും വൃത്തിയായിട്ട് മുഹമ്മദിനെ കുറിച്ച് എഴുതി വെച്ചാൽ ഇബ്നു ഇസാഖിനെ വെറുതെ വിടാൻ പാടില്ല. അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്തില്ല. ഇബ്നു ഇസാഖിനെ ഒരു മുസ്ലിമും ഒന്നും ചെയ്തിട്ടില്ല ഈ ഗ്രന്ഥം രചിച്ചതിന് ശേഷം. ശരി, എന്തെങ്കിലും തരത്തിലുള്ള അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയോ? ഈ ഗ്രന്ഥം എഴുതിയതിന്റെ പേരിൽ, മുഹമ്മദിന്റെ ജീവചരിത്രം എഴുതിയതിന്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള അംഗീകാരം മുസ്ലിങ്ങളിൽ നിന്ന് കിട്ടിയോ? കിട്ടി. ഇസ്ലാമിലെ രണ്ടാമത്തെ രാജവംശമായ അബ്ബാസിദ് രാജവംശത്തിലെ ഭരണാധികാരികൾ അദ്ദേഹത്തിനെ അവരുടെ സർക്കാരിൽ ഉന്നത ഉദ്യോഗസ്ഥനായിട്ട് നിയോഗിക്കുന്നുണ്ട്. രാജസദസ്സിൽ ഒരു സ്ഥാനമൊക്കെ കൊടുക്കുന്നുണ്ട് ഈ കൃതി എഴുതിയതിന്റെ പേരിൽ. മുഹമ്മദിന്റെ ശത്രുക്കളിൽ നിന്ന് കിട്ടിയ കഥകളെല്ലാം ചേർത്ത് പുസ്തകം എഴുതി മുഹമ്മദിനെ പൊതുജനമധ്യത്തിൽ അപഹാസ്യനാക്കുവാൻ തക്ക വിധം മുഹമ്മദിനോട് എന്തെങ്കിലും വിരോധം ഇബ്നു ഇസാഖിന് ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു വിരോധം ഉണ്ടായിരുന്നില്ല. ഇബ്നു ഇസാഖ് നല്ലൊരു മുസ്ലിമാണ്, അങ്ങനെയാണ് ജീവിച്ചത്. നല്ല മുസ്ലിം എന്ന് പറയുമ്പോൾ ജിഹാദൊക്കെ നടത്തുന്ന അങ്ങനത്തെ ടൈപ്പാണ്, അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒന്നുമല്ല. അദ്ദേഹം അവസാനം വരെ നല്ലൊരു മുസ്ലിമായിട്ടാണ് ജീവിച്ച് മരിച്ചത്. ശരി, അദ്ദേഹത്തിന് ശേഷം ഇബ്നു ഇസാഖിന്റെ കാര്യം വിട്. അദ്ദേഹത്തിന്റെ ശേഷം അടുത്ത തലമുറയിൽ ആരെങ്കിലും മുഹമ്മദിനെ കുറിച്ച് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ചിലരൊക്കെ എഴുതിയിട്ടുണ്ട്, എങ്കിലും മുസ്ലിങ്ങൾ അവയൊന്നും ആധികാരികമായിട്ട് അംഗീകരിക്കുകയില്ല. അതെന്താ അംഗീകരിക്കാത്തത്? എന്റെ കാരണം എന്താ? നേരത്തെ പറഞ്ഞ തന്നെ മുഹമ്മദിന് അപമാനകരമായ പല സംഭവങ്ങളും ആ പുസ്തകത്തിനകത്തും ഉണ്ട്. അപ്പൊ മുസ്ലിങ്ങൾ ആധികാരികമായി അംഗീകരിക്കുന്ന മുഹമ്മദിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? ഇതൊന്നും അംഗീകരിക്കുന്നില്ല. ഇനി അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഇമാം ബുഖാരി എന്ന പണ്ഡിതനാൽ രചിക്കപ്പെട്ട സ്വഹീ ബുഖാരി എന്ന ഗ്രന്ഥം. അതാണ് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന മുഹമ്മദിന്റെ ആദ്യത്തെ ഒരു ഓതന്റിക് ഗ്രന്ഥമായിട്ടുള്ളത്. മുഹമ്മദ് മരിച്ച് എത്ര വർഷം കഴിഞ്ഞാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത്? 241 വർഷങ്ങൾക്ക് ശേഷം, 241 കൊല്ലങ്ങൾ കഴിഞ്ഞു. ഈ ഇമാം ബുഖാരിയുടെ മാതൃഭാഷ അറബി ആയിരുന്നോ? അറബി നന്നായിട്ട് അറിയാവുന്ന മാതൃഭാഷ അറബി ആയിരുന്ന ആളാണോ? അല്ല, അദ്ദേഹത്തിന്റെ മാതൃഭാഷ അറബി ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജന്മദേശം എവിടെയാണ്? അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന് പുറത്ത്, പഴയ സോവിയറ്റ് യൂണിയനിൽ ഉൾപ്പെട്ട ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിലാണ് ഹിജ്റ 194 ബുഖാരി ജനിക്കുന്നത്. സമർഖണ്ഡിലെ ബുഖാറ എന്ന് പറയുന്ന സ്ഥലത്ത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബുഖാരി
എന്ന് വിളിക്കുന്നത്, ബുഖാറയിൽ നിന്നുള്ള ആള്. പിൽക്കാലത്ത് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് അറേബ്യയിലെത്തിയ, മദീനയിലൊക്കെ എത്തിയ യുവാവായ ബുഖാരി തദ്ദേശവാസികളായ മുസ്ലിങ്ങളുടെ ഇടയിൽ നാടോടിക്കഥകൾ എന്ന പോലെ വായ്മൊഴിയായി പ്രചാരത്തിലുണ്ടായിരുന്ന മുഹമ്മദിന്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഹദീസുകളിൽ പറയുന്നത്. മുഹമ്മദിന്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. മുഹമ്മദിനെ സംബന്ധിച്ച് ഏകദേശം 6 ലക്ഷത്തോളം നാടോടിക്കഥകൾ അദ്ദേഹം ശേഖരിച്ചെങ്കിലും തന്റെ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയത് വെറും 7000 ചില്ലുവാനും കഥകൾ മാത്രമാണ്. അതായത് ഏതാണ്ട് 99% തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ടാണ് അദ്ദേഹം മുഹമ്മദിനെ സംബന്ധിച്ച കഥകളിൽ 99% തള്ളിക്കളഞ്ഞത്? നേരത്തെ പറഞ്ഞത് തന്നെ കാരണം. മുഹമ്മദിന് അപകീർത്തികരമായ പല സംഭവങ്ങളും അവയിലുണ്ടായിരുന്നു, അതുകൊണ്ട് തള്ളിക്കളഞ്ഞു. ശരി, ഇനി തെരഞ്ഞെടുത്ത ആ 1% വരുന്ന കഥ, 1% കുറച്ചും കൂടി വരും, അത്രേ ഉള്ളൂ. 1.2 അല്ലെങ്കിൽ 3% അത്രേ വരികയുള്ളൂ എടുത്തിരിക്കുന്നത്. അപ്പൊ അത്രയും വരുന്ന ആ കഥകളിൽ മുഹമ്മദിന് അപകീർത്തികരമായ യാതൊന്നുമില്ലേ? ഉണ്ട്, ധാരാളം ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് ഈ ഹദീസുകൾ കേൾക്കുമ്പോൾ ഇവര് വളരെ വിളിച്ചിങ്ങനെ കിടന്ന് കരയുന്നത്. പക്ഷെ ഇന്നത്തെ പരിഷ്കൃത ലോകത്തിനാണ് അത് അപമാനകരമായിട്ട് അനുഭവപ്പെടുന്നത്. ബുഖാരിയുടെ കാലത്തുള്ള മനുഷ്യരുടെ സാംസ്കാരിക നിലവാരത്തിൽ ആ കഥകളൊന്നും അപമാനകരമായിരുന്നില്ല, അഭിമാനകരമായിരുന്നു. ഹീറോ വർഷിപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ നബി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് നടന്നിരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് അവർക്ക് അത് അപമാനകരമായിരുന്നില്ല, അഭിമാനമായിരുന്നു. അപ്പൊ ഇങ്ങനെ തെരഞ്ഞെടുക്കാൻ ഇത്തരം കഥകൾ, ഇഷ്ടംപോലെ കഥകൾ ഉണ്ട്, നാടോടി കഥകൾ മുഹമ്മദിനെ കുറിച്ച് ഹദീസ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ തെരഞ്ഞെടുത്തതിനെ 1% അല്ലെങ്കിൽ 1.2% അത്രത്തോളം തെരഞ്ഞെടുത്തിട്ടുള്ളല്ലോ. അങ്ങനെ തെരഞ്ഞെടുക്കുന്നതിന് എന്തെങ്കിലും മാനദണ്ഡം ബുഖാരി ഉപയോഗിച്ചിരുന്നോ? ഹദീസുകൾ തെരഞ്ഞെടുക്കുന്നതിന് എന്തെങ്കിലും മാനദണ്ഡം? ഇല്ല, യാതൊരു മാനദണ്ഡവും ഉണ്ടായിരുന്നില്ല. തന്റെ മനസ്സിലെ തോന്നലുകൾ മാത്രമാണ് ഈ ഹദീസുകൾ ആധികാരികമാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കാൻ ബുഖാരിക്ക് ആധാരമായിരുന്നത്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ബുഖാരി തെരഞ്ഞെടുത്ത കുറെ ഹദീസുകൾ പിൽക്കാലത്ത് ഹദീസ് ശേഖരിച്ച പണ്ഡിതന്മാരുണ്ട്. അതായത് ഇമാം മുസ്ലിമും തിർമിദിയും അബൂദാവൂദും അങ്ങനെയൊക്കെയുള്ള കുറെ പേര്. അവരിതൊക്കെ തള്ളിക്കളഞ്ഞു. ബുഖാരി സ്വഹീഹാണെന്നും പറഞ്ഞ് ശേഖരിച്ച, ആധികാരികമായതാണെന്നും പറഞ്ഞ് തന്റെ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയ പല ഹദീസുകളും ഇവർ തള്ളിക്കളഞ്ഞു. അവരുടെ ഹദീസ് സമാഹാരത്തിലില്ല ഹദീസുകൾ. മാത്രമല്ല ബുഖാരി വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഹദീസുകളുണ്ട് ഇഷ്ടം പോലെ. ഞാൻ പറഞ്ഞില്ല, 6 ലക്ഷം ഹദീസുകളിൽ നിന്ന് 7000 ചില്ലാനേ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ തള്ളിക്കളഞ്ഞല്ലോ. ആ തള്ളിക്കളഞ്ഞ ഹദീസുകൾ പലതും അംഗീകൃതമാണ്, ആധികാരികമാണെന്നും പറഞ്ഞുകൊണ്ട് ഇമാം മുസ്ലിം ആയാലും ബാക്കിയുള്ള പുറകെ വന്നവരും ഇവരൊക്കെ തെരഞ്ഞെടുത്ത് തങ്ങളുടെ സമാഹാരത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം മുഹമ്മദിനെ കുറിച്ചുള്ള നാടോടി കഥകളുടെ തെരഞ്ഞെടുപ്പിന്റെ ആധികാരികത പരിശോധിക്കാൻ യാതൊരു മാനദണ്ഡവും അവർക്കുണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനെ കൃത്യമായൊരു മാനദണ്ഡം ഉണ്ടായിരുന്നെങ്കിൽ ആ മാനദണ്ഡം അനുസരിച്ച് തെരഞ്ഞെടുത്താൽ എല്ലാവരും തെരഞ്ഞെടുക്കുന്നത് സെയിം ഹദീസുകളായിരുന്നേനെ. അങ്ങനെയല്ല ഉള്ളത്. അതുകൊണ്ട് ഒരു മാനദണ്ഡവും തെരഞ്ഞെടുപ്പിന്, ഹദീസ് തെരഞ്ഞെടുപ്പിന് ഒരു മാനദണ്ഡവും ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് ജീവിച്ചിരുന്ന തലമുറയിലോ അതിനടുത്ത തലമുറയിലോ അതിന്റെയും അടുത്ത തലമുറയിലോ മുഹമ്മദിനെ കുറിച്ച് എഴുതപ്പെട്ട എന്തെങ്കിലും ആധികാരിക ഇസ്ലാമിക രേഖകളുണ്ടോ? യാതൊന്നുമില്ല, ഒരു രേഖയില്ല. മനസ്സിലായോ? മുഹമ്മദ് മരിച്ച് 100 വർഷത്തിനുള്ളിലുള്ള ഒരു രേഖ, ഇസ്ലാമിക രേഖയോ ഇസ്ലാമിന് പുറത്തുള്ള രേഖയോ ആയിട്ട് മുഹമ്മദിന്റെ ജീവചരിത്രത്തെ സംബന്ധിച്ച് അങ്ങനെ ഒന്നുമില്ല. ഇതാണ് മുഹമ്മദിന്റെ ജീവിതത്തെ കുറിച്ച് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ആധികാരിക ഗ്രന്ഥത്തെ കുറിച്ച് പഠിക്കാൻ പോയാൽ നമുക്ക് കിട്ടുന്ന വിവരം. മുഹമ്മദ് മരിച്ച് 2.5 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന് പുറത്തുനിന്ന് അറബി മാതൃഭാഷയല്ലാത്ത ഒരാൾ വന്ന് വായ്മൊഴി പാരമ്പര്യങ്ങളായി അറബികൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഹദീസുകൾ രേഖപ്പെടുത്തി വെച്ചത് വിശ്വസനീയമായ ചരിത്രരേഖകളാണെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങളാണ് പറയുന്നത് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു എന്ന് രേഖപ്പെടുത്തി വെച്ച സുവിശേഷങ്ങൾ വിശ്വസനീയമല്ല എന്ന്. യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന്, യേശുക്രിസ്തുവിനെ കണ്ടും കേട്ടും തൊട്ടും അറിഞ്ഞ് യേശുക്രിസ്തുവിൽ നിന്ന് പഠിച്ച ശിഷ്യന്മാർ, യേശുക്രിസ്തുവിന്റെ സമകാലീനരായ, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിനെ ശിക്ഷയ്ക്ക് വിധിച്ച ആളുകൾ ജീവനോടെ ഇരുന്ന കാലത്ത് തന്നെ എഴുതി പ്രസിദ്ധീകരിച്ച സുവിശേഷങ്ങൾ വിശ്വാസയോഗ്യമല്ല എന്ന് വാദിക്കുന്ന മുസ്ലിമിന് പക്ഷേ മുഹമ്മദ് മരിച്ച ഏകദേശം 2-2.5 നൂറ്റാണ്ടുകൾക്ക് ശേഷം ആയിരക്കണക്കിന് മൈലുകൾക്ക് അപ്പുറത്തു നിന്നും വന്ന ഒരാൾ നെല്ലും പതിരും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കൂടിക്കലർന്നു പോയ മുഹമ്മദിന്റെ ജീവിത കഥകളിൽ നിന്ന് തന്റെ മനസ്സിന്റെ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത കുറച്ച് കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വാസയോഗ്യമാണ്. ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇതല്ലാതെ മറ്റെന്താണ്? ഇതല്ലേ ഇരട്ടത്താപ്പ്?
ദാവാക്കാർക്ക് എപ്പോഴും അളവുകോലുകൾ വ്യത്യസ്തമായിരിക്കും. ബൈബിളിനെ അളക്കുന്ന അളവുകോൽ കൊണ്ട് ഒരിക്കലും അവർ ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ അളക്കുകയില്ല. അതിനുള്ള ധൈര്യം അവർക്കില്ല എന്നതാണ് വാസ്തവം. യേശുക്രിസ്തുവിന്റെ ചരിത്രം യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒന്നാണ്. പഴയ നിയമ തിരുവെഴുത്തുകളിൽ മുന്നമേ രേഖപ്പെടുത്തപ്പെട്ട യേശുക്രിസ്തുവിന്റെ ജീവിതം കാലസമ്പൂർണതയിൽ അതുപോലെ തന്നെ ഭൂമിയിലേക്ക് വന്ന് ജീവിച്ചു തീർക്കുകയായിരുന്നു യേശുക്രിസ്തു ഇസ്രായേലിൽ. അക്കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വെക്കുകയാണ് സുവിശേഷ രചയിതാക്കൾ ചെയ്തത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ദൃക്സാക്ഷികൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇതെല്ലാം രേഖയാക്കി വെച്ചതുകൊണ്ട് സത്യവിരുദ്ധമായ യാതൊരു കാര്യവും സുവിശേഷ രചയിതാക്കൾക്ക് എഴുതി പിടിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന കാര്യവും ഓർക്കണം. കാരണം ഇതൊക്കെ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ദൃക്സാക്ഷികളായ ആളുകൾ ജീവനോടെയുണ്ട്. അപ്പോഴാണ് ഇതെല്ലാം പ്രസിദ്ധീകരിക്കുന്നത്. എന്തെങ്കിലും കള്ളത്തരങ്ങൾ അവർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റൊരു ചോദ്യം ചെയ്യും. മനസ്സിലായി? അതറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു കള്ളവും അവർ എഴുതുകയില്ല. അവർക്ക് ഓർമ്മ പിശകുള്ള കാര്യം എഴുതില്ല. വ്യക്തമായി ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതുകയുള്ളൂ. അല്ലെങ്കിൽ വിശ്വാസ്യത നഷ്ടപ്പെടും. അതവർക്കറിയാം. എന്നാൽ മുഹമ്മദിന്റെ കാര്യത്തിൽ അങ്ങനത്തെ പ്രശ്നമില്ല. ആ കാലഘട്ടത്തിലുള്ള ആൾ എഴുതിയിട്ടില്ല, ആ തലമുറയിലില്ല, അതിന്റെ അടുത്ത തലമുറയിലില്ല, അതിന്റെ അടുത്ത നൂറ്റാണ്ടിലില്ല, അതിന്റെ അടുത്ത നൂറ്റാണ്ടിലില്ല, പിന്നെയാണ്. ദൃക്സാക്ഷികളായ ആരും ജീവനോടെ ഇല്ല. അപ്പോ മുഹമ്മദിന്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങൾ മുഹമ്മദ് മരിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം രേഖപ്പെടുത്തി വെച്ചതുപോലെയാണ് യേശുക്രിസ്തുവിന്റെ ജീവിതവും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നാണ് മുസ്ലിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് അവരുടെ അറിവില്ലായ്മ മാത്രമാണ്, മറ്റൊന്നുമല്ല. മനസ്സിലായോ? അങ്ങനെയല്ല യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഉള്ളത്. അതിന്റെ ആധികാരികത ചരിത്രകാരന്മാരെല്ലാവരും അംഗീകരിക്കുന്നതാണ്. ബൈബിൾ ഒരു ചരിത്ര പുസ്തകം കൂടിയാണ്. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുതകളെല്ലാം കൃത്യമായ ചരിത്ര വസ്തുതകളാണ്. ഖുർആൻ വായിച്ചു പരിചയിച്ച മുസ്ലിങ്ങൾ ഒരുപക്ഷെ ഖുർആനെ പോലെ തന്നെ ചരിത്രാബദ്ധങ്ങൾ നിറഞ്ഞ പുസ്തകമാണ് ബൈബിൾ എന്ന തെറ്റിദ്ധാരണ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടായിരിക്കും ബൈബിളിൽ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു എന്ന് എഴുതി വെച്ചിട്ടുള്ളത് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കാത്തത്. അവർക്കൊരു മനസ്സിന് ബുദ്ധിമുട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടായിരിക്കണം, അല്ലാതെ വേറെ ഒരു ന്യായം ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളോട് പറയാനുള്ളത് ആ തെറ്റിദ്ധാരണ നിങ്ങൾ ഒഴിവാക്കണമെന്നാണ്. മനസ്സിലായോ? ഖുർആൻ പോലെ ചരിത്രാബദ്ധങ്ങൾ നിറഞ്ഞ പുസ്തകമല്ല. അല്ലെങ്കിൽ മുഹമ്മദിന്റെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ ഹദീസുകൾ എടുക്കുന്നത് പോലെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒന്നും എഴുതപ്പെട്ട പുസ്തകമല്ല ഇത്. ദൃക്സാക്ഷിമൊഴികളാണ്. പഴയ കാലത്തെ ഏതൊരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ നോക്കിയാൽ, ചരിത്ര പുരുഷന്മാർ ആരെ കുറിച്ച് നിങ്ങൾ നോക്കിയാൽ ഇത്രയും ആധികാരികതയുള്ള ഒരു ചരിത്രം വേറെ ഒരാളെയും കുറിച്ച് കിട്ടുകയില്ല. എല്ലാവരെ കുറിച്ചും അവർ മരിച്ച നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അലക്സാണ്ടറെ കുറിച്ച്, അലക്സാണ്ടർ ജീവിച്ചിരുന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുന്നില്ലേ? അലക്സാണ്ടർ മരിച്ച് 400 വർഷം കഴിഞ്ഞിട്ടാണ് അലക്സാണ്ടറിന്റെ ആദ്യത്തെ ജീവചരിത്രം എഴുതുന്നത്. ഇതുപോലെ ഓരോ ആളുകളുടെയും കാര്യം ഇങ്ങനെ തന്നെയാണ്. അവരൊക്കെ മരിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് എഴുതപ്പെട്ടത്. യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ മാത്രമാണ് തന്റെ കൂടെ നടന്ന ആളുകൾ, ദൃക്സാക്ഷികളായ ആളുകൾ, ദൃക്സാക്ഷികളായ എതിരാളികൾ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ആ ചരിത്രം രേഖയാക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? എഴുതിയിരിക്കുന്നത്. അത്രയും ആധികാരികതയുള്ള ഒരു ചരിത്രം ഒരു ചരിത്ര പുരുഷനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. മുസ്ലിങ്ങളെ, യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. മുസ്ലിങ്ങളെ മാത്രമല്ല, ലോകത്തുള്ള സകല മനുഷ്യരെയും സ്നേഹിക്കുന്ന ദൈവമാണ് യേശുക്രിസ്തു. നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങളെ യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്ന് നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടി കുരിശിൽ മരിച്ചത്. നിങ്ങൾ അന്ധമായി വിശ്വസിച്ച് നടക്കുന്ന അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹു ചെയ്തതായിട്ട് നിങ്ങൾക്ക് പറയാമോ? നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഒന്നുമില്ല. ഖുർആൻ മുഴുവൻ വായിച്ചു നോക്ക്. ഇല്ല. മുഹമ്മദ് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? യാതൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ലോകത്തൊരാൾക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് യേശുക്രിസ്തു ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ പാപം തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് യേശുക്രിസ്തു ക്രൂശിൽ കയറി. നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കേണ്ടതിന് യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ അടിപ്പിണരുകളേറ്റു. നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനു വേണ്ടി തന്റെ രക്തം യേശുക്രിസ്തു ക്രൂശിൽ ചിന്തി. നിങ്ങളോട് അവനുള്ള സ്നേഹം എത്ര വലിയതാണെന്ന് കാണിച്ചു തന്നു. നരകത്തിൽ കിടന്ന് നിങ്ങൾ അനുഭവിക്കേണ്ട ശിക്ഷ നിങ്ങൾക്ക് പകരമായി യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ അനുഭവിച്ചു തീർത്തു. അങ്ങനെ നിങ്ങളെ നരകശിക്ഷയിൽ നിന്നും ഒഴിവുള്ളവരാക്കി മാറ്റി. ആ യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കാനാണ് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി നിങ്ങൾ ജിഹാദ് നടത്തേണ്ട കാര്യമില്ല. അവിശ്വാസികളെ കൊല്ലുകയും കൊള്ളയടിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഒരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ട. ഖുർആനിൽ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു കുരിശിൽ മരിച്ചതെന്ന് വിശ്വസിക്കുകയും ആ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവായി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങളത് ചെയ്യുന്ന നിമിഷത്തിൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും. നിങ്ങൾ ദൈവത്തിന്റെ മകനോ മകളോ ആയി മാറും. ഇപ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ അടിമയായിട്ടാണ് ഇരിക്കുന്നത്.
ദൈവത്തിന് നിങ്ങളെ അടിമയാക്കാനല്ല, മക്കളാക്കാനാണ് പ്രസാദമുള്ളത്. കാരണം അടിമകളിൽ അനുസരണവും ഭയവും മാത്രമേ ഉണ്ടാകൂ, സ്നേഹം ഉണ്ടാവുകയില്ല. ദൈവം മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള കാര്യമാണ്. മോശയോട് കൊടുത്തിരിക്കുന്ന ആ കൽപ്പനയുടെ കാര്യം പറയുമ്പോൾ അത് യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്. ഒരാൾ വന്നിട്ട് ചോദിക്കുന്നത് പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കൽപ്പനയായിട്ട്, ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭയത്തിൽ നിന്നുള്ള ഒരു അനുസരണമല്ല, സ്നേഹത്തിൽ നിന്നുള്ള അനുസരണമാണ് ദൈവം മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ദൈവത്തെ അനുസരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഭയന്നുകൊണ്ടുള്ള അനുസരണമല്ല, സ്നേഹത്തിൽ. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുകൊണ്ട് അയാൾ അനുസരിക്കുന്നു. മനസ്സിലായോ? സ്നേഹത്തിൽ നിന്നുള്ള അനുസരണം അടിമയോട് ആവശ്യപ്പെടാൻ പറ്റില്ല. അതൊരിക്കലും പറ്റില്ല. അടിമയോട് നീ എന്നെ സ്നേഹിക്കണം, സ്നേഹത്തിൽ നിന്നുള്ള അനുസരണം, അത് പറ്റില്ല. അത് ആവശ്യപ്പെടാൻ പറ്റുന്നത് മക്കളോടൊക്കെയാണ്. മക്കളോട് വളരെ അടുത്ത ബന്ധങ്ങളുണ്ടല്ലോ, അവരോട് പറയാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാം. അവരെന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നവർ കേട്ടോളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് ദൈവം മനുഷ്യരെ മക്കളാക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ നിങ്ങൾ ദൈവമക്കളാകരുതെന്നും എന്നും എന്നേക്കും തന്റെ അടിമകളായിരിക്കണമെന്നും പിശാച് ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? പിശാചിന്റെ ആഗ്രഹം അതാണ്, നിങ്ങൾ എന്നും എന്നേക്കും അവന്റെ അടിമകളായി തന്നെ കഴിയണം. എന്നാൽ ഇനിയും നിങ്ങൾ പിശാചിന്റെ അടിമത്തത്തിൽ ഇരിക്കേണ്ട കാര്യമില്ല. ഇതുവരെ ഇരുന്നു, ഇനി അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ദൈവമക്കളായി തീരാനുള്ള സുവർണാവസരം നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ആ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവായി സ്വീകരിക്കുക. അങ്ങനെ പാപമോചനം പ്രാപിച്ച് ദൈവമക്കളായി മാറാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു നമ്മളെല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.